അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. അത് വേണോ കാർത്തു? ആ ചെറുക്കന് ഒട്ടും സുഖമില്ലെന്നാ കേട്ടെ, ശ്രീധരൻ ആശങ്കയോടെ പറഞ്ഞു. ഇന്നേരം ഉമ്മറത്തെ ആ മരവാതിലിൽ ചാരി നിൽപ്പാണ് കാർത്തിക. അവളുടെ നോട്ടം അപ്പാടെ ആ ഉമ്മറത്തൊട്ടിച്ച ജപ്തി നോട്ടീസിലാണ്. കാർത്തിക ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സാരല്ലേ അമ്മാവേ, ഇതൊന്നും ആരും വരുത്തി വെക്കുന്നതൊന്നല്ലല്ലോ, മനുഷ്യന്മാർക്ക് കിട്ടുന്ന ഓരോ പരീക്ഷണങ്ങൾ. എന്നാലും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് മോളെ അങ്ങനെ ഒരു ആളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്ന് വെച്ചാൽ. ശ്രീധരന് സങ്കടം വന്നുപോയി പറയുമ്പോൾ, ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു എന്ന് അവരോട് പറഞ്ഞേക്ക് അമ്മാവേ. എൻ്റെ തീരുമാനം ഉറച്ചതാണ്. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചാൽ അവർ ഈ കുടുംബത്തിൻ്റെ കടം വീട്ടാമെന്നല്ലേ പറഞ്ഞ്. അത് മതി എനിക്ക്. ഇതിപ്പോൾ ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചില്ല എന്ന് കരുതൂ. അങ്ങനെയാണെങ്കിലോ ഈ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോയ പ്രായമായ അമ്മയെയും അനിയത്തിയെയും കൊണ്ട് എങ്ങോട്ട് ഇറങ്ങണമെന്ന് പോലും എനിക്കറിയില്ല. ഇതാവുമ്പോൾ എൻ്റെ ആരതി മോളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെടും. കാർത്തിക തൻ്റെ ഉറച്ച തീരുമാനം പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കടന്നു. ശ്രീധരൻ ഒരു നെടുവീർപ്പോടെ കിഴക്കിടത്തേക്ക് വെച്ച് പിടിച്ചു. കാർത്തിക വിവാഹത്തിന് സമ്മതിച്ച വിവരം അവരെ കൂടെ അറിയിക്കണ്ടേ? ഇന്നേരം കാർത്തു വെറുതെ തൻ്റെ മുറിയിലെ കണ്ണാടിക്ക് മുമ്പിൽ നിൽപ്പായിരുന്നു. അവളുടെ ഉള്ളിൽ കഴിഞ്ഞ ആഴ്ച നടന്ന കുറച്ച് കാര്യങ്ങൾ ഓടിമറഞ്ഞു വന്നു. കിഴക്കേടത്തുകാർ അന്നാട്ടിലെ വലിയ പ്രമാണിമാരാണ്. അവിടുത്തെ ജാനകി അമ്മ പരോപകാരിയും നല്ല മനസ്സുള്ള സ്ത്രീയുമാണ്. ചെറുപ്പത്തിലെ അവരുടെ ഭർത്താവ് മരിച്ചതാണ്. അതായത് ജാനകി അമ്മയുടെ വയറിൽ കാശി കുഞ്ഞുള്ളപ്പോൾ. അതിനുശേഷം കുടുംബക്കാർ എല്ലാവരും അവരോട് വേറെ വിവാഹം കഴിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അവർ തൻ്റെ മകന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു. അതൊരിക്കലും ഒരു തെറ്റായ തീരുമാനമായിട്ട് ജാനകി അമ്മക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെയാണ് ജാനകി അമ്മയെ കാശി കൊണ്ട് നടന്നിരുന്നത്. അവൻ്റെ ലോകമേ അമ്മയായിരുന്നു. ആ അമ്മയും മകനും കൂടെയുള്ള ജീവിതം സ്വർഗമായിരുന്നു. ആ സ്വർഗത്തിലേക്കാണ് ഗീതാഞ്ജലി എന്ന പെൺകുട്ടി കടന്നു വരുന്നത്. കാശിയുടെ സ്വന്തം ഗീതു. ജാനകി അമ്മക്ക് അവൾ മകളെ പോലെയായിരുന്നു. കാശിയും ഗീതുവും ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. അവിടെ നിന്ന് തുടങ്ങിയ സൗഹൃദം പ്രണയമായും പിന്നീട് അത് വിവാഹത്തിലും വന്ന് നിന്നു. പക്ഷെ വിവാഹത്തിൻ്റെ അന്ന് അവർ സഞ്ചരിച്ച വാഹനം ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. ഗീതാഞ്ജലി ആ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടുപോയി. പക്ഷേ ആ സത്യം ഉൾക്കൊള്ളാൻ കാശി ഒട്ടും സാധിച്ചില്ല. അവൻ്റെ മാനസിക നില തെറ്റി. ഈ കഥകളൊക്കെ നാട്ടിൽ പാട്ടാണ്. കാർത്തികയും കൂടിയിരുന്നു അന്ന് അവരുടെ വിവാഹത്തിന്. അങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ കാർത്തികയ്ക്ക് തോന്നി അവർക്ക് കണ്ണ് തട്ടിയതാവുമെന്ന്. അത്രയും ചേർച്ചയായിരുന്നു രണ്ടുപേരും, ശിവനും പാർവതിയും പോലെ. കഴിഞ്ഞ ആഴ്ച കാർത്തു അമ്പലത്തിൽ തൊഴാൻ പോയതാണ്. അന്നേരമാണ് ജാനകിയും കാശിയും അങ്ങോട്ട് വരുന്നത്. കാർത്തികയുടെ മനസ്സിൽ കഴിഞ്ഞ ആഴ്ച അമ്പലത്തിൽ വെച്ച് നടന്ന ആ സംഭവം ഒരു ചലച്ചിത്രം എന്നോണം വീണ്ടും തെളിഞ്ഞു വന്നു. ആ ഓർമ്മകളിലേക്ക് അവൾ ഒന്നുകൂടി ഊളിയിട്ടു. അന്ന് പതിവിലും കൂടുതൽ തിരക്കായിരുന്നു അമ്പലത്തിൽ. ഭഗവാനെ തൊഴുത് മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം നടക്കലാ സമർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കാർത്തു ആ കാഴ്ച കണ്ടത്. കിഴക്കേടത്ത് ജാനകി അമ്മയുടെ കൈയും പിടിച്ച് അമ്പലത്തിലേക്ക് വരുന്ന കാശി. പണ്ടത്തെ ആ പ്രസരിപ്പും മുഖത്തെ പ്രകാശവുമെല്ലാം എങ്ങോ മറഞ്ഞു പോയിരിക്കുന്നു. താടിയും മുടിയും നീട്ടി തളർന്ന കണ്ണുകളോടെ ഒരു ജീവനറ്റ യന്ത്രത്തെ പോലെ അമ്മയുടെ പിന്നാലെ അവൻ നടന്നു. ജാനകി അമ്മയുടെ മുഖത്താവട്ടെ കണ്ണീരുണങ്ങിയ പാടും സങ്കടക്കടലും മാത്രം. അവർ തൊഴുതു മടങ്ങാനിറങ്ങി തിരിഞ്ഞ നേരത്താണ് കാർത്തു അമ്പലമുറ്റത്തെ ആൽത്തറക്ക് സമീപത്തേക്ക് നടന്നത്. സെറ്റ് സാരിയും കാറ്റിൽ പറക്കുന്ന മുടിയും നെറ്റിയിലെ ചന്ദനക്കുറിയുമായി നിൽക്കുന്ന കാർത്തികയെ പെട്ടെന്നാണ് കാശി കണ്ടത്. ആ നിമിഷം അവൻ്റെ കണ്ണുകൾ വികസിച്ചു. ചുറ്റുമുള്ള ലോകം അവന് നിശ്ചലമായി. അവന് മുന്നിൽ നിൽക്കുന്നത് കാർത്തികയല്ല, തൻ്റെ ജീവൻ്റെ പകുതിയായ ഗീതാഞ്ജലിയാണെന്ന് അവന് വെറുതെ അങ്ങ് തോന്നി. കാർത്തുവിൻ്റെ വസ്ത്രധാരണവും നിൽപ്പും കണ്ടപ്പോൾ അവളിൽ തൻ്റെ ഗീതുവിൻ്റെ ഒരു സാദൃശ്യം അവന് മുന്നിൽ തെളിഞ്ഞു. ഗീതു! കാശി ഉറക്കെ വിളിച്ചു. ആ വിളിയിൽ ഒരു ജന്മത്തിൻ്റെ മുഴുവൻ വിരഹവും സങ്കടവും ഉണ്ടായിരുന്നു. കാർത്തു ഞെട്ടിപ്പിടഞ്ഞ് തിരിഞ്ഞു നോക്കും മുമ്പേ കാശി അവളുടെ പിന്നാലെ ഓടിയെത്തിയിരുന്നു.
ആളുകൾ നോക്കി നിൽക്കെ അവൻ കാർത്തികയുടെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് വരിഞ്ഞു മുറുക്കി. നീ നീ എന്നെ വിട്ട് എങ്ങോട്ടാ പോയത് ഗീതു? ഞാൻ ഞാൻ എത്ര തിരിഞ്ഞു നിന്നെ. എന്നെ തനിച്ചാക്കി പോകാൻ നിനക്ക് എങ്ങനെ തോന്നി? അവളിലേക്ക് മുഖം പൂഴ്ത്തി ഒരു കൊച്ചുകുട്ടിയെ പോലെ കാശി പൊട്ടിക്കരഞ്ഞു. കാർത്തു ഭയന്നുപോയി. അവളുടെ ശരീരം വിറച്ചു. ചുറ്റും നിന്ന നാട്ടുകാർക്കിടയിൽ പെട്ടെന്ന് ഒരടക്കം പറച്ചിലും ബഹളവും പടർന്നു. കാശി മോനെ, ഇത് ഗീതുവല്ല, ഇത് നമ്മുടെ ലക്ഷ്മിയമ്മയുടെ മകൾ കാർത്തികയാ. മോൻ കൈവിട്. ജാനകിയമ്മ ഓടിയെത്തി കരഞ്ഞുകൊണ്ട് കാശിയെ മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ കാശി കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അല്ലമ്മേ, ഇതെൻ്റെ ഗീതുവാണ്. എന്നെ വിട്ടു പോകില്ലെന്ന് പറഞ്ഞിട്ട് പോയതവൾ. നോക്കമ്മേ, എൻ്റെ ഗീതുവിനെ തിരിച്ചു തന്നതാ. അവൻ കാർത്തുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. നാട്ടുകാർക്കിടയിൽ ചിലർ ഓടിക്കൂടി. ഒരു വിധത്തിലാണ് അവർ കാശിയെ പിടിച്ചു മാറ്റിയത്. അപ്പോഴും അവൻ്റെ കണ്ണുകൾ കാർത്തികയിൽ തന്നെയായിരുന്നു. ആകെ പരിഭ്രാന്തിയിലായ കാർത്തു കണ്ണീരോടെ അവിടെ നിന്നും വീട്ടിലേക്ക് ഓടുകയായിരുന്നു. ഒടുവിൽ മാനസികാവസ്ഥ വീണ്ടും മോശമായ കാശിയെ ജാനകിയമ്മയും നാട്ടുകാരും ചേർന്ന് ആശ്വസിപ്പിച്ച് വണ്ടിയിൽ കയറ്റി കിഴക്കേടത്തേക്ക് കൊണ്ടുപോയി. ആ സംഭവത്തിന് ശേഷം കാശിയുടെ നില കൂടുതൽ വഷളായി. അമ്പലത്തിൽ വെച്ച് കണ്ട പെൺകുട്ടിയെ കാണാതെ താൻ ഇനി ജീവിക്കില്ല എന്ന മട്ടിലായി അവൻ. വീട്ടിലെത്തിയ അന്നു മുതൽ അവൻ മുറിയിൽ തങ്ങളെ അടച്ചിട്ടു. അമ്മ കൊണ്ടുകൊടുത്ത ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ അവൻ തയ്യാറായില്ല. എനിക്കെൻ്റെ ഗീതുവിനെ കാണണം. അവൾ വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. കാശി വാശി പിടിച്ച് കരഞ്ഞു. മുറിയിലെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞു. മകൻ്റെ അവസ്ഥ കണ്ട് നെഞ്ചുപൊട്ടിയ അമ്മ ഒടുവിൽ എല്ലാ അഭിമാനവും മാറ്റിവെച്ച് കാർത്തികയുടെ വീട്ടിലേക്ക് ആളെ അയച്ചു. ഒന്ന് കിഴക്കേട് വരെ വരുമോ എന്ന് ചോദിച്ചുള്ള ജാനകി അമ്മയുടെ വിതുമ്പലോടെയുള്ള സന്ദേശം കേട്ടപ്പോൾ കാർത്തുവിനെ നിരസിക്കാൻ ഒട്ടും തോന്നിയില്ല. നാട്ടിലെ വലിയ പ്രമാണിമാരാണെങ്കിലും ഒരമ്മയുടെ സങ്കടത്തിന് മുന്നിൽ ആ പദവികൾക്കൊന്നും വിലയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച ഒരു വൈകുന്നേരം കാർത്തു കിഴക്കേടത്ത് എത്തിയത്. ജാനകിയമ്മ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോളെ, അവൻ 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. നീ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ കേൾക്കും. ഒന്ന് സഹായിക്കണം മോളെ. കാർത്തു പതിയെ കാശിയുടെ മുറിയിലേക്ക് നടന്നു. മുറിയിലാകെ ഇരുട്ട് പടർന്നിരുന്നു. താടി വളർന്ന് കൺതടങ്ങൾക്കടുത്ത് കട്ടിലിൻ്റെ മൂലയിൽ മുട്ടുകാലിൽ തലവെച്ചിരിക്കുകയായിരുന്നു കാശി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ തലയുയർത്തി. മുന്നിൽ നിൽക്കുന്ന കാർത്തുവിനെ കണ്ടതും അവൻ്റെ മുഖത്ത് 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ച പോലെയാണ് പ്രകാശം പടർന്നു. അവൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. ഗീതു, നീ വന്നോ? നീ എന്നെ പിരിഞ്ഞിരിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു സ്നേഹവും കരുതലും പ്രണയവും എല്ലാം ഉണ്ടായിരുന്നു. ആ നോട്ടം നേരിടാൻ കാർത്തുവിന് പ്രയാസം തോന്നി. അവൻ അവളുടെ കൈകൾ മെല്ലെ ചേർത്ത് പിടിച്ചു. എന്തിനാ ഗീതു എന്നെ വിട്ടുപോയത്? നിനക്കറിയാമോ, നീ ഇല്ലാതെ ഞാൻ ശ്വാസം മുട്ടുകയായിരുന്നു. ഇനി നീ എങ്ങോട്ടും പോകരുത് കേട്ടോ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ കാർത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. കാർത്തുവിൻ്റെ ഉള്ളിൽ സങ്കടം ഇരച്ചു കയറി. എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു. തനിക്ക് മുന്നിൽ നിൽക്കുന്നത് മാനസിക നില തെറ്റിയൊരു പാവമാണെന്ന് അവൾ ഓർത്തു. ഞാൻ എങ്ങോട്ടും പോകില്ല. പക്ഷേ അതിനു മുമ്പ് കാശി ഈ ആഹാരം കഴിക്കണം. 2 ദിവസമായി ഒന്നും കഴിച്ചില്ലെന്ന് അമ്മ പറഞ്ഞു. ഇങ്ങനെ ചെയ്താൽ എനിക്ക് സങ്കടമാവും കേട്ടോ. കാർത്തു അരികിലിരുന്ന പാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പക്വതയോടെ പറഞ്ഞു. നീ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം. നീ എന്നെ ഊട്ടിത്തരുവോ? കാശി കൊഞ്ചലോടെ ചോദിച്ചു. കാർത്തു ജാനകി അമ്മയെ ഒന്ന് നോക്കി. അമ്മ കണ്ണീരോടെ തലയാട്ടി. കാർത്തു ഓരോ ഉരുളയായി ആഹാരം കാശിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവൻ സന്തോഷത്തോടെ അത് വാങ്ങി കഴിച്ചു. ഇടയ്ക്കിടെ അവൾക്ക് നേരെ കൈനീട്ടി അവളുടെ മുടിയിഴകൾ ഒതുക്കി വെക്കാൻ അവൻ ശ്രമിച്ചു. അവൻ്റെ ഉള്ളിലെ വറ്റാത്ത സ്നേഹം മുഴുവൻ അവൻ ആ പെൺകുട്ടിക്ക് മേൽ ചൊരിയുകയായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും കാശി ഉറക്കത്തിലേക്ക് വീണു. ആ മയക്കത്തിലും അവൻ കാർത്തുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. അവൻ പൂർണ്ണമായി ഉറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് കാർത്തു പതിയെ കൈകൾ വിടുവിച്ചത്, അവിടെ നിന്നും തിരികെ പോന്നത്. എന്നാൽ അതിനുശേഷമാണ് കഥ മാറിയത്. കാശി ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് മുതൽ വീണ്ടും ഗീതു എന്ന് വിളിച്ച് ബഹളം വെക്കാൻ തുടങ്ങി. അവന് തൻ്റെ ഗീതുവിനെ കൂടെ വേണം. അവളെ വിവാഹം കഴിപ്പിച്ച് തരണമെന്ന് അവൻ അമ്മയോട് വാശി പിടിച്ചു. കാർത്തിക കൂടെയുണ്ടെങ്കിൽ മാത്രമേ മകൻ്റെ മാനസിക നിലയെങ്കിലും വീണ്ടെടുക്കാൻ കഴിയൂ എന്ന് ജാനകി അമ്മയ്ക്ക് ഏകദേശം മനസ്സിലായി. ആ സാഹചര്യത്തിലാണ് ശ്രീധരൻ അമ്മാവൻ മുഖേന കിഴക്കേടത്ത് നിന്ന് ഇങ്ങനെയൊരു വിവാഹാലോചന കാർത്തുവിനെ തേടിയെത്തുന്നത്.
തൻ്റെ കുടുംബം ജപ്തിയുടെ വക്കിൽ നിൽക്കുമ്പോൾ കടം മുഴുവൻ വീട്ടാമെന്ന ഉറപ്പിന്മേൽ മാനസിക നില തെറ്റിയ ഒരാളുടെ ജീവിതത്തിലേക്ക് ചെന്ന് കയറാൻ കാർത്തിക തീരുമാനിക്കുകയായിരുന്നു. ഭൂതകാലത്തെ ഓർമ്മകളിൽ നിന്നും കാർത്തു പതിയെ ഉണർന്നു. അവൾ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. കണ്ണുകളിൽ കണ്ണീർ തിളങ്ങി നിന്നിരുന്നെങ്കിലും മുഖത്തൊരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. തൻ്റെ അമ്മയുടെയും അനിയത്തി ആരതിയുടെയും ജീവിതം രക്ഷിക്കാൻ ഇതിലും വലിയൊരു വഴി ഇനി മുന്നിലില്ല. കാശിക്ക് താൻ ഗീതുവായിരിക്കാം, പക്ഷെ ആ പാവത്തിൻ്റെ ഉള്ളിലെ സ്നേഹം സത്യമുള്ളതാണ്. ആ സ്നേഹത്തിന് കാവലാകാനും സ്വന്തം കുടുംബത്തെ കരകയറ്റാനും അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അമ്മാവൻ ശ്രീധരൻ നൽകിയ ആശ്വാസവാക്കുകളോ ആശങ്കകളോ ഒന്നും കാർത്തികയുടെ മനസ്സിലെ ഭാരത്തെ ലഘൂകരിച്ചില്ല. വിവാഹ ദിവസം വിചാരിച്ചതിലും വേഗത്തിലാണ് അടുത്തു വന്നത്. ഒരു ആഘോഷവുമില്ലാതെ, ആർഭാടങ്ങളുടെ പൊലിമയില്ലാതെ കിഴക്കേടത്തെ വലിയ നാലുകെട്ടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയായിരുന്നു ആ ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത്. നാട്ടുകാരുടെ ചോദ്യശരങ്ങളിൽ നിന്നും മകനെ ഒളിപ്പിച്ച് നിർത്താൻ ജാനകി അമ്മ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം പേർ മാത്രം പങ്കെടുത്ത തികച്ചു രഹസ്യമായ ഒരു ചടങ്ങായിരുന്നു അത്. മണ്ഡപത്തിൽ കാശിയുടെ അരികിലേക്ക് നടക്കുമ്പോൾ കാർത്തികയുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. കാശിയാകട്ടെ ചുറ്റും നടക്കുന്നതൊന്നും പൂർണ്ണമായി മനസ്സിലാകാത്ത ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. എന്നാൽ കഴുത്തിൽ താലി ചാർത്താൻ അമ്മ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിൽ പെട്ടെന്നൊരു തിളക്കം വന്നു. അവൻ കാർത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയും ഒപ്പം വർഷങ്ങളായി കാത്തിരുന്ന എന്തോ ഒന്ന് സ്വന്തമാക്കിയതിൻ്റെ ആനന്ദവും ഉണ്ടായിരുന്നു. മന്ത്രകോടിയും താലിയും അണിഞ്ഞ് ആ ചെറിയ കൂട്ടത്തിന് മുന്നിൽ വെച്ച് കാർത്തിക കിഴക്കേടത്തെ കാശിയുടെ സ്വന്തമായി. ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ ജാനകി അമ്മയുടെ നിർദ്ദേശപ്രകാരം അവർ കിഴക്കേടത്തെ പൂമുഖത്തേക്ക് നടന്നു. ആ വലിയ തറവാട് വീടിൻ്റെ പടികൾ കയറുമ്പോൾ കാർത്തുവിൻ്റെ നെഞ്ച് അതിവേഗം ഇടിക്കുന്നുണ്ടായിരുന്നു. പടിവാതിൽക്കൽ വെച്ച് അമ്മ അവൾക്ക് വിളക്ക് കൈമാറി. വലതുകാൽ വെച്ച് അകത്തേക്ക് കയറും മോളെ, ഈ വീടിൻ്റെ ഐശ്വര്യം ഇനി നീയാണ്, ജാനകി അമ്മ വിതുമ്പലോടെ പറഞ്ഞു. കാർത്തു വലതുകാൽ വെച്ച് ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അകത്തളത്തിലെ കനത്ത നിശബ്ദതയിൽ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ശ്വാസം മുട്ടലുണ്ടാക്കി. ഒരു വലിയ തടവറക്കുള്ളിലേക്ക് സ്വയം നടന്നു കയറിയതുപോലെ അവൾക്ക് തോന്നി. സ്വന്തം കുടുംബത്തിൻ്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടി, അനിയത്തിയുടെ ഭാവിക്ക് വേണ്ടി സ്വന്തം ജീവിതം പണയം വെച്ചവളാണ് താൻ എന്ന യാഥാർത്ഥ്യം അവളെ കൂടുതൽ വീർപ്പുമുട്ടിച്ചു. ഒരു തരം ശൂന്യത അവളെ വിഴുങ്ങാൻ തുടങ്ങി. എന്നാൽ ആ ശ്വാസം മുട്ടലിനിടയിലും അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവളുടെ കൂടെ ഇടം വലം മാറാതെ കാശി നടക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയോ ഭയമോ ഒന്നും അവനില്ല. അവൻ അവളുടെ പുത്തൻ പുടവയുടെ തുമ്പിൽ ചെറുതായി പിടിച്ചിട്ടുണ്ടായിരുന്നു. വലിപ്പമേറിയ വീടിൻ്റെ ഓരോ മുറിയിലേക്ക് കടന്നു പോകുമ്പോഴും കാശി അവൾക്ക് കാവലായി ഒരു നിഴൽ പോലെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അബോധ മനസ്സിൽ എവിടെയോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ ഇതാണെന്ന സത്യം അവൻ ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. രാത്രിയായതോടെ വീട് കൂടുതൽ ശാന്തമായി. കാർത്തു തൻ്റെ മുറിയിലെ കട്ടിലിൻ്റെ ഒരറ്റത്ത് വന്നിരുന്നു. ജനലിലൂടെ പുറത്ത് ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൊടുമ്പി. അമ്മയെയും അനിയത്തിയെയും പിരിഞ്ഞതിൻ്റെ സങ്കടം, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഭയം എല്ലാം കൂടി അവളെ വല്ലാതെ അസ്വസ്ഥമാക്കി. കണ്ണീർ തുള്ളികൾ അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങി. ഈ സമയം മുറിയിലേക്ക് വന്ന കാശി കാർത്തിയിരുന്ന് കരയുന്നത് കണ്ടു. അവൻ പെട്ടെന്ന് പരിഭ്രാന്തനായി. അവൻ ഓടി അവളുടെ അരികിലെത്തി. അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് തൻ്റെ വലിയ കൈകൾ കൊണ്ട് അവളുടെ മുഖത്തെ കണ്ണീർ തുടച്ചു മാറ്റി. ഗീതു, നീ എന്തിനാ കരയുന്നത്? നിനക്ക് വിഷമമായോ? കാശിയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആകുലതയുണ്ടായിരുന്നു. കാർത്തു ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. അവൻ അവളുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി പതുക്കെ അമർത്തി. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു, സാരമില്ലടോ, എൻ്റെ ഗീതുവിൻ്റെ വിഷമമൊക്കെ എപ്പം മാറ്റിക്കോളാം. നീ കരയരുത്. നീ കരയുമ്പോൾ എനിക്കിവിടെ ഈ നെഞ്ചിൽ വല്ലാതെ വേദനിക്കും. അവൻ തൻ്റെ നെഞ്ചിൽ കൈവച്ച് കാണിച്ചു. ആ വാക്കുകളിൽ അടങ്ങിയിരുന്ന സ്നേഹത്തിൻ്റെ ആഴം കാർത്തുവിൻ്റെ ഉള്ളിൽ തട്ടി. മാനസിക നില തെറ്റിയ ഒരാളാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന് വിശ്വസിക്കാൻ അവൾക്കല്പം പ്രയാസം തോന്നി. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു അപൂർവ ജന്മം. ഞാൻ നിനക്കൊരു പാട്ട് പാടി തരട്ടെ? പണ്ട് നമ്മളെപ്പോഴും പാടാറുള്ള പാട്ട്? കാശി ചോദിച്ചു. അവൾ മറുപടി പറയും മുമ്പേ അവൻ പതുക്കെ പാടി തുടങ്ങി. പതറിയെങ്കിലും ഈണമുള്ള അവൻ്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി കേട്ടു. അവൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ കാർത്തുവിൻ്റെ മനസ്സ് പതുക്കെ ശാന്തമായി. അവളുടെ തല അവൻ മെല്ലെ തൻ്റെ മടിയിലേക്ക് ചിരിച്ചു വെച്ചു. കട്ടിലിൽ ചാരിയിരുന്ന് മടിയിൽ കിടക്കുന്ന കാർത്തുവിൻ്റെ നീണ്ട മുടിയിഴകളിലൂടെ അവൻ വിരലുകൾ ഓടിച്ചു. വളരെ മൃദുവായി സ്നേഹത്തോടെ അവൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. ആ സ്പർശനത്തിൽ ഭയമോ കാമമോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു വലിയ സംരക്ഷണത്തിൻ്റെ ഭാവം മാത്രമാണ് ഉണ്ടായിരുന്നത്.
കാശിയുടെ കൈവിരലുകൾ തലയിൽ തലോടിയപ്പോൾ കാർത്തുവിന് വല്ലാത്തൊരു സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. ആ വലിയ തറവാട്ടിൽ താൻ ഒറ്റയ്ക്കല്ലെന്നും തന്നെ ശ്വാസം മുട്ടിച്ച ചുവരുകൾക്കിടയിൽ തനിക്ക് താങ്ങായി ഈ മനുഷ്യനുണ്ടാകുമെന്നും അവൾക്ക് തോന്നി തുടങ്ങി. അവൻ്റെ പാട്ടിൻ്റെ വരികളും മുടിയിലെ തലോടലും അവളെ പതുക്കെ ഉറക്കത്തിലേക്ക് നയിച്ചു. അവൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോഴും കാശി പാട്ട് നിർത്തിയിരുന്നില്ല കേട്ടോ. ഉറക്കം തൂങ്ങുന്ന ഭാവത്തോടെ അവനും അവളുടെ അരികിലേക്ക് ചെരിഞ്ഞു കിടന്നു. തൻ്റെ നെഞ്ചോട് അവളെ ചേർത്ത് പിടിച്ച് ആ പാവം മനുഷ്യനും ഒരു വലിയ ആശ്വാസത്തോടെ കണ്ണുകൾ അടച്ചു. കാർത്തികയുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ തണലിൽ അങ്ങനെ ആരംഭിക്കുകയായിരുന്നു. പിറ്റേന്ന് പുലരിയുടെ ആദ്യ കിരണങ്ങൾ ജനൽപാളികൾക്ക് ഇടയിലൂടെ മുറിയിലേക്ക് അടിച്ചെത്തിയപ്പോഴാണ് കാർത്തിക കണ്ണുകൾ തുറന്നത്. അപരിചിതമായ ആ വലിയ മുറിയും ഭിത്തിയിലെ തടിയുടെ കൊത്തുപണികളും കണ്ട് ആദ്യമൊന്ന് പരിഭ്രമിച്ചുവെങ്കിലും പെട്ടെന്നാണ് തലേ ദിവസത്തെ സംഭവങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തത്. താനിപ്പോൾ കിഴക്കേടത്താണ്. കാശിയുടെ ഭാര്യയായി. അവൾ പതുക്കെ തല തിരിച്ചു നോക്കി. തൻ്റെ നെഞ്ചോട് ചേർത്ത് ഒരു കൈ അവളുടെ അരികിൽ കാവലായെന്നോണം വെച്ച് ഉറങ്ങുകയാണ് കാശി. താടിയും മുടിയും നീണ്ട് മുഖത്ത് വല്ലാത്തൊരു ശാന്തതയോടെ ഉറങ്ങുന്ന അവൻ്റെ രൂപം കണ്ടപ്പോൾ കാർത്തുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വാത്സല്യ അണപൊട്ടി ഒഴുകി. ഇന്നലെ രാത്രി മനുഷ്യൻ തനിക്ക് തന്ന ആശ്വാസവും സുരക്ഷിതത്വവും ഒട്ടും ചെറുതായിരുന്നില്ല. ലോകം ഭ്രാന്തൻ എന്ന് വിളിക്കുമ്പോഴും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഇത്രമേൽ പവിത്രതയുള്ള മറ്റൊരു മനസ്സ് താൻ കണ്ടിട്ടില്ലെന്ന് കാർത്തു ഉറപ്പിച്ചു. അവൻ്റെ നെറ്റിയിൽ പടർന്നു കിടന്ന മുടിയിഴകൾ വിരലുകൾ കൊണ്ട് മെല്ലെ ഒതുക്കി വെക്കുമ്പോൾ അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവനെ ഉണർത്താതെ വളരെ പതുക്കെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവൾ കുളിച്ച് ഒരു പുതിയ സാരിയും അണിഞ്ഞ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. വലിയ നാലുകെട്ടിൻ്റെ പൂമുഖത്തേക്ക് നടക്കുമ്പോൾ ജാനകിയമ്മ അവിടെയുണ്ടായിരുന്നു. ഉമ്മറത്തിരുന്ന് എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അമ്മ കാർത്തുവിൻ്റെ കാൽപ്പെരുമാറ്റം കേട്ടാണ് തല ഉയർത്തി നോക്കിയത്. കുളിച്ച് ഇറങ്ങണിഞ്ഞ് നെറ്റിയിൽ ചന്ദനക്കുറിയുമായി വരുന്ന മരുമകളെ കണ്ടപ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ ഇറങ്ങണിഞ്ഞു. എഴുന്നേറ്റോ മോളെ, ഉറക്കത്തിനൊന്നൊരു കുറവുണ്ടായില്ലല്ലോ അല്ലേ? ജാനകി അമ്മ സ്നേഹത്തോടെ ചോദിച്ചു അവളുടെ അരികിലേക്ക് നടന്നു വന്നു. ഇല്ലമ്മേ, നന്നായി ഉറങ്ങി. കാർത്തു വിനയത്തോടെ മറുപടി നൽകി. അമ്മ അവളുടെ ഇരു കൈകളും ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ നന്ദിയും പ്രതീക്ഷയും കലർന്നൊരു ഭാവം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി നീ വന്നതിന് ശേഷം അവൻ ശാന്തനായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് കാശി ഇത്രയും സമാധാനത്തോടെ ഉറങ്ങുന്നത്. മോൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടാവും അല്ലേ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ? കാർത്തു പതിയെ തലയാട്ടി. ആദ്യം ഒരു വീർപ്പുമുട്ടൽ തോന്നിയിരുന്നു അമ്മേ. എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. പക്ഷെ ഇന്നലെ രാത്രി കാശി എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു. എനിക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വമാണ് അദ്ദേഹത്തിൻ്റെ അരികിൽ തോന്നിയത്. ഒരു രാത്രി കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞു. ജാനകി അമ്മയുടെ ചുണ്ടിൽ ഒരു നേർത്ത ചിരി വിരിഞ്ഞു. അവൾ കാർത്തുവിൻ്റെ തോളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അതാണ് എൻ്റെ കാശി. അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ മോളെ. ഗീതു പോയതോടെ അവൻ്റെ ലോകം ഇരുണ്ടുപോയി. ഇപ്പോൾ നിന്നെ അവൻ ഗീതുവായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്. നിൻ്റെ ഈ കരുതലും സ്നേഹവും കൊണ്ട് അവനെ നമുക്ക് പൂർണ്ണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ പതിയെ പതിയെ അവനിലെ ആ പഴയ കാശിയെ നമുക്ക് വീണ്ടെടുക്കണം. അന്നവൻ നിന്നെ ഗീതുവായിട്ടല്ല കാർത്തികയായി തന്നെ കണ്ട് സ്നേഹിച്ച് തുടങ്ങും. ആ ദിവസം വന്നാൽ മോളെ, നീയായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി. കാരണം അവനെപ്പോലെ സ്നേഹിക്കാൻ വേറെ ആർക്കും കഴിയില്ല. അമ്മ പറഞ്ഞ വാക്കുകൾ കാർത്തുവിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അത് സത്യമാണെന്ന് അവൾക്ക് തോന്നി. മാനസിക നില തെറ്റിയ അവസ്ഥയിലും ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ നാളെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ തനിക്ക് നൽകുന്ന സ്ഥാനം എത്ര വലുതായിരിക്കും. ആ പാവത്തെ മാറ്റിയെടുക്കുക എന്നത് ഇനി തൻ്റെ കൂടെ കടമയാണെന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ മോളെ, മറ്റൊരു കാര്യം, ജാനകിയമ്മ തുടർന്നു. നിന്റെ അമ്മയെയും അനിയത്തി ആരതിയെയും കുറിച്ച് നീ ഒട്ടും വ്യാകുലതപ്പെടണ്ട. ആ വീട്ടിലെ ജപ്തി കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെ തന്നെ അഡ്വക്കേറ്റുമായി സംസാരിച്ച് തീർത്തിട്ടുണ്ട്. കടങ്ങളെല്ലാം വീട്ടി കേട്ടോ. ഇനി അവർ ഇവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ടതില്ല. നിന്റെ അമ്മയുടെ വയ്യാത്ത അവസ്ഥയും ആരതിയുടെ പഠിത്തവും എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് അവരെ കൂടി ഈ വീട്ടിലേക്ക് താമസം മാറ്റാൻ ഞാൻ ആളെ അയച്ചിട്ടുണ്ട്. അവരിനി നമ്മുടെ കൂടെ ഇവിടെ കഴിയും. നിനക്കതൊരു വലിയ ആശ്വാസമായിരിക്കുമല്ലോ. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ കാർത്തു ജാനകിയമ്മയുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകളിൽ നിന്ന് സന്തോഷക്കണ്ണീർ പൊഴിയുമ്പോൾ അവൾ അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. സ്വന്തം അമ്മയെയും അനിയത്തിയെയും കൂടി സംരക്ഷിക്കാൻ തയ്യാറായ ജാനകിയമ്മയോട് അവൾക്ക് ജന്മം മുഴുവൻ തീർത്താൽ തീരാത്ത കടപ്പാട് തോന്നി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശ്രീധരൻ അമ്മാവൻ്റെ കൂടെ കാർത്തുവിൻ്റെ അമ്മ ലക്ഷ്മിയും അനിയത്തി ആരതിയും കിഴക്കേടത്ത് എത്തിച്ചേർന്നു. കാർത്തു ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആരതി ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ആ വലിയ തറവാട് അത്ഭുതത്തോടെ നോക്കി നിന്നു. ജാനകി അമ്മ അവരെയെല്ലാം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു.
അവർക്കായി തറവാട്ടിലെ തെക്കേ വശത്തുള്ള വലിയ മുറികൾ ഒരുക്കി കൊടുത്തു. തൻ്റെ കുടുംബം സുരക്ഷിതരായി കണ്ടപ്പോൾ കാർത്തികയുടെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി. ദിവസങ്ങൾ പതുക്കെ കടന്നുപോയി. കിഴക്കിടത്തെ വലിയ നാലുകെട്ടിൽ കാർത്തികയും കാശിയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. ആദ്യമൊക്കെ അവൾ മുന്നിൽ വരുമ്പോൾ ഗീതു എന്ന് വിളിച്ച് വരുന്ന കാശിയെ അവൾ വളരെ പക്വതയോടെയാണ് കൈകാര്യം ചെയ്തത്. അവൾ അവനോടൊരു കൊച്ചുകുട്ടിയോടെന്ന പോലെ സംസാരിച്ചു. ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും തറവാട്ട് മുറ്റത്തെ ചെടികൾക്ക് വെള്ളമൊഴിച്ചും അവർ പരസ്പരം ഒരുപാട് അടുത്തു. കാശിയുടെ കുസൃതികളും സ്നേഹപ്രകടനങ്ങളും കാർത്തികയിൽ അവനോടുള്ള പ്രണയം കൂട്ടി. അവൻ കുട്ടിക്കളിയോടെ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അവളുടെ ഉള്ളിൽ വലിയ സന്തോഷമാണ് നിറച്ചത്. മുറ്റത്ത് പൂത്തു നിൽക്കുന്ന തെച്ചിപ്പൂക്കൾ പറിച്ച് അവളുടെ മുടിയിൽ ചൂടിച്ചു കൊടുക്കാനും അവൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അവളുടെ കൂടെ കൂടാനും കാശിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവൾ എവിടെ പോയാലും ഒരു നിഴൽ പോലെ കാശിയും കൂടെ ഉണ്ടാകും. ഗീതു, നീ ഇന്ന് വല്ലാതെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, കാശി അവളുടെ സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ കാർത്തുവിന് നേരിയ ലജ്ജ തോന്നുമായിരുന്നു. എങ്കിലും അവൾ പതിയെ അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് പറയും, ഞാൻ എപ്പോഴും കാശിയുടെ കൂടെയില്ലേ, ഇനി ഞാൻ എങ്ങോട്ടും പോകില്ല. തമ്മിലുള്ള അകലം കുറഞ്ഞ് അവർ തമ്മിൽ വലിയ കൂട്ടായി മാറി. കാശിയുടെ നിഷ്കളങ്കമായ ലോകം കാർത്തികയെ പൂർണ്ണമായും കീഴടക്കി കളഞ്ഞിരുന്നു. ജാനകി അമ്മയും ലക്ഷ്മി അമ്മയും ദൂരെ നിന്ന് ആ കാഴ്ചകൾ കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. കാശിയുടെ മുഖത്ത് പണ്ടത്തെ ആ തെളിച്ചം തിരിച്ചു വരുന്നത് അവരും കാണുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും കിഴക്കേടത്തെ തറവാട്ടിൽ സന്തോഷത്തിൻ്റെ പുതിയ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയിരുന്നു. ലക്ഷ്മി അമ്മയുടെയും ആരതിയുടെയും സാന്നിധ്യം ആ വലിയ നാലുകെട്ടിലെ ഒറ്റപ്പെടലിനെ പൂർണ്ണമായും ഇല്ലാതാക്കി. ജാനകി അമ്മക്ക് ലക്ഷ്മി അമ്മ ഒരു നല്ല കൂട്ടുകാരിയായി മാറിയപ്പോൾ ആരതിക്ക് കാശി തൻ്റെ സ്വന്തം ഏട്ടനെ പോലെയായി. കാശി ഇപ്പോൾ പഴയതിലും എത്രയോ ശാന്തനാണ്. എങ്കിലും അവൻ്റെ ഉള്ളിലെ ഗീതു എന്ന സങ്കല്പം ഇപ്പോഴും കാർത്തികയിൽ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു. അവൾ മുന്നിൽ വരുമ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങും. പക്ഷെ ആ വിളി ഇപ്പോഴും ഗീതു എന്ന് തന്നെയാണ്. കാർത്തുവിൻ്റെ ഉള്ളിൽ അത് ചെറിയൊരു നോവായി അവശേഷിച്ചിരുന്നു. താൻ അനുഭവിക്കുന്ന ഈ സ്നേഹം മുഴുവൻ തനിക്കുള്ളതാണോ അതോ തൻ്റെ രൂപത്തിൽ അവൻ കാണുന്ന മറ്റൊരു പെൺകുട്ടിയുടേതാണോ എന്ന ചോദ്യം പല രാത്രികളിലും അവളെ ഉറക്കിയില്ല. അങ്ങനെ ഒരു ദിവസമാണ് കാശിയുടെ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു കടുംപിടുത്തം കാർത്തു ശ്രദ്ധിച്ചത്. വൈകുന്നേരം മുതൽ അവൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പുറത്ത് കറുത്തിരുണ്ട് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഗീതു, നമുക്കൊന്ന് പുറത്തു പോയാലോ? എനിക്കിവിടെ വല്ലാതെ ശ്വാസം മുട്ടുന്നു. നമ്മൾ പണ്ട് പോകാറുള്ളത് പോലെ ഒരു രാത്രി യാത്ര. കാശി കാർത്തുവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് നിർബന്ധിച്ചു. പുറത്ത് നല്ല മഴയാണ്. സമയം രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. ഈ നേരത്ത് കാശിയെയും കൊണ്ട് പുറത്തു പോകുന്നത് സുരക്ഷിതമല്ലെന്ന് കാർത്തുവിന് അറിയാമായിരുന്നു. കാശി, പുറത്ത് നല്ല മഴയാ, നമുക്ക് നാളെ രാവിലെ പോയാലോ? കാർത്തു അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പറ്റില്ല, എനിക്കിപ്പോൾ പോകണം. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഈ ജനൽ ചില്ല അടിച്ചു പൊട്ടിക്കും. കാശിയുടെ കണ്ണുകളിൽ പെട്ടെന്ന് പഴയ വാശിയും ദേഷ്യവും നിഴലിച്ചു. അവൻ അരികിലിരുന്ന ഒരു ഫ്ലവർ വേസ് എടുക്കാൻ ഓങ്ങി. അവൻ്റെ മാനസികാവസ്ഥ വീണ്ടും വഷളാകരുതെന്ന് കരുതി കാർത്തു സമ്മതിച്ചു. അവൾ ജാനകി അമ്മയോട് വിവരം പറഞ്ഞു. അമ്മ ആദ്യം ഭയന്നെങ്കിലും കാശിയുടെ കയ്യിൽ കാറിൻ്റെ കീ കൊടുക്കാതെ ഡ്രൈവർ വാസുവിനെ കൂടെ വിടാമെന്ന ഉറപ്പിൽ അവർക്ക് അനുവാദം നൽകി. അങ്ങനെ ആ കനത്ത മഴയത്ത് കിഴക്കേടത്ത് കാർ തറവാടിൻ്റെ പടി കടന്ന് പുറത്തേക്ക് ഇറങ്ങി. കാശി കാറിൻ്റെ പിൻസീറ്റിൽ കാർത്തുവിൻ്റെ തൊട്ടരികിൽ തന്നെ ഇരുന്നു. വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ പുറത്ത് ഇരുട്ടിലേക്കും പെയ്യുന്ന മഴയിലേക്കും അവൻ നോക്കിക്കൊണ്ടിരുന്നു. വഴിയോരത്തെ വിളക്കുകളുടെ വെളിച്ചം അവൻ്റെ മുഖത്ത് മാറി മറിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. വണ്ടി നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ആളൊഴിഞ്ഞ ഹൈവേയുടെ മുന്നോട്ട് നീങ്ങി. കാറിനുള്ളിൽ AC ഓൺ ചെയ്തിരുന്നതിനാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. കാശി പതുക്കെ കാർത്തുവിൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു. അവളുടെ വലത് കൈ അവൻ തൻ്റെ ഇരു കൈകൾക്കുള്ളിലാക്കി മുറുകെ പിടിച്ചിരുന്നു. ആ സ്പർശനത്തിന് വല്ലാത്തൊരു തണുപ്പുണ്ടായിരുന്നു. കാശി പതുക്കെ കാർത്തുവിൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു. അവളുടെ വലത് കൈ അവൻ തൻ്റെ ഇരു കൈകൾക്കുള്ളിലാക്കി മുറുകെ പിടിച്ചിരുന്നു. ആ സ്പർശനത്തിന് വല്ലാത്തൊരു തണുപ്പുണ്ടായിരുന്നു. ഗീതു, കാശി പതുക്കെ വിളിച്ച് അവൻ്റെ ശബ്ദം കാറിൻ്റെ ശബ്ദത്തിനിടയിൽ വളരെ വ്യക്തമായി അവൾ കേട്ടു. കാർത്തു മൂളി. നിനക്കറിയോ, എനിക്ക് ചിലപ്പോൾ വല്ലാത്തൊരു കൺഫ്യൂഷൻ തോന്നും. നിൻ്റെ ഈ കൈകൾ, നിൻ്റെ ഈ മണം എല്ലാം പണ്ടത്തെ പോലെ തന്നെയുണ്ട്. പക്ഷേ കാശി ഒരു നിമിഷം നിർത്തി ഒരു ദീർഘനിശ്വാസം എടുത്തു. കാർത്തുവിൻ്റെ നെഞ്ച് അതിവേഗം ഇടിക്കാൻ തുടങ്ങി. അവൾ അവനെ തന്നെ നോക്കി. പക്ഷെ ചിലപ്പോൾ നിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എന്നെ നോക്കുന്നത് ഗീതു അല്ല എന്ന് എനിക്ക് തോന്നും. ഗീതു എന്നെ നോക്കുമ്പോൾ ഒരിത്തിരി കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കണ്ണിൽ നിറയെ വല്ലാത്തൊരു വാത്സല്യമാണ്. ഒരു അമ്മയെ പോലെ എന്നെ കാക്കുന്ന ഭാവം.
നീ ആരാ കാർത്തു? കാശി അവസാനത്തെ പേര് പറഞ്ഞതും കാർത്തുവിൻ്റെ ശരീരം ഒന്ന് വിറച്ചു. അവൻ കാർത്തു എന്ന് വിളിച്ചോ, അതോ അവൾക്ക് തോന്നിയതാണോ? അവൾ പരിഭ്രമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ കാശി കണ്ണുകൾ അടച്ച് അവളുടെ തോളിലേക്ക് കൂടുതൽ ചായുകയായിരുന്നു. അവൻ ഒരു അബോധാവസ്ഥയിൽ എന്നോണം ആ പേര് ഉച്ചരിച്ചതായിരുന്നു. എങ്കിലും അവളുടെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണീർ അടർന്നു വീണു. താൻ ചെയ്യുന്ന കരുതൽ അവൻ അറിയുന്നുണ്ട് എന്ന തിരിച്ചറിവ് അവളുടെ മനസ്സിനെ സ്പർശിച്ചു. മഴ കൂടുതൽ ശക്തമായിക്കൊണ്ടിരുന്നു. റോഡിൽ വണ്ടികൾ വളരെ കുറവായിരുന്നു. ഡ്രൈവർ വാസു വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിച്ചിരുന്നത്. പെട്ടെന്നാണ് ആ കടുത്ത രാത്രിയെ കീറി മുറിച്ചുകൊണ്ട് ഒരു വലിയ ശബ്ദം കേട്ടത്. അവിടെ സഞ്ചരിച്ചിരുന്ന കാറിന് തൊട്ടു മുന്നിലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോറിയും മറ്റൊരു ചെറിയ കാറും തമ്മിൽ അതിശക്തമായി കൂട്ടിയിടിച്ചു. ലോറിയുടെ ബ്രേക്ക് പോയതാണെന്ന് തോന്നുന്നു. നിയന്ത്രണം വിട്ട ലോറി കാറിനെ ഇടിച്ച് റോഡിൻ്റെ വശത്തുള്ള വലിയൊരു മരത്തിലേക്ക് ഇടിച്ചു കയറ്റി. വണ്ടികളുടെ ചില്ലുകൾ തകർന്നു തെറിക്കുന്ന ശബ്ദവും കനത്ത ലോഹങ്ങളും തമ്മിൽ ഇടിക്കുന്ന ശബ്ദവും ആ രാത്രിയെ ഭീകരമാക്കി. അയ്യോ ഭഗവാനെ! വാസു ഉറക്കി വിളിച്ചുകൊണ്ട് ബ്രേക്ക് ചവിട്ടി. കാർ വഴുതി മാറി റോഡിൻ്റെ അരികിലേക്ക് നീങ്ങുന്നു. വലിയൊരു അപകടത്തിൽ നിന്നാണ് അവർ രക്ഷപ്പെട്ടത്. പക്ഷെ ആ വലിയ ശബ്ദം കേട്ട നിമിഷം കാശിയുടെ ശരീരത്തിൽ വല്ലാത്തൊരു മാറ്റം സംഭവിച്ചു. അവൻ കാർത്തുവിൻ്റെ തോളിൽ നിന്ന് ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. അവൻ്റെ ശ്വാസമെടുപ്പ് വേഗത്തിലായി. കണ്ണുകൾ ഭയം കൊണ്ട് വികസിച്ചു. മുന്നിൽ തകർന്നു കിടക്കുന്ന ആ കാറും അതിൽ നിന്ന് ഉയരുന്ന പുകയും മഴ നനഞ്ഞു കുതിർന്ന ആ റോഡും എല്ലാം അവൻ്റെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങൾ ഇരച്ചു കയറ്റി. അന്ന് ഗീതു മരിച്ച അന്നും ഇതുപോലെ കനത്ത മഴയായിരുന്നു. അന്നും ഒരു വലിയ ലോറിയാണ് തങ്ങളുടെ വണ്ടിയെ ഇടിച്ച് തെറിപ്പിച്ചത്. ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഗീതുവിൻ്റെ മുഖം അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. ഗീതു, ആക്സിഡൻറ്റ്, വണ്ടി മാറ്റി, ഗീതു! കാശി ഭ്രാന്തമായി നിലവിളിക്കാൻ തുടങ്ങി. അവൻ തൻ്റെ തല 2 കൈകൾ കൊണ്ടും മുറുകെ പിടിച്ച് കാറിൻ്റെ സീറ്റിലേക്ക് വീണു. കാശി, എന്താ ഇത്? കാശി പേടിക്കണ്ട, നമുക്കൊന്നും പറ്റിയിട്ടില്ല, നോക്ക്, ഞാൻ ഇവിടെയുണ്ട്. കാർത്തു ഭയന്നു പോയി. അവൾ അവൻ്റെ തോളിൽ പിടിച്ച് കുലുക്കി. പക്ഷേ കാശി ഒന്നും കേൾക്കുന്ന അവസ്ഥയിലായിരുന്നില്ല. അവൻ്റെ തലച്ചോറിൽ അടഞ്ഞുപോയ ഓർമ്മകളുടെ വാതിലുകൾ ഓരോന്നായി അതിശക്തമായി തുറക്കപ്പെടുകയായിരുന്നു. ഭൂതകാലവും വർത്തമാനകാലവും തമ്മിൽ അവൻ്റെ മനസ്സിൽ ഒരു വലിയ യുദ്ധം നടന്നു. അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. വസുവേട്ട, വണ്ടി വേഗം ഹോസ്പിറ്റലിലേക്ക് വിട്, വേഗം! കാർത്തു കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു. മുന്നിൽ അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ആളുകൾ ഓടിക്കൂടുന്നുണ്ടായിരുന്നു. ബാസു വണ്ടി തിരിച്ച് തൊട്ടടുത്തുള്ള മിഷൻ ഹോസ്പിറ്റലിലേക്ക് അതിവേഗം പാഞ്ഞു. കാറിനുള്ളിൽ കാശി കാർത്തുവിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അവൻ്റെ ശരീരം വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ഗീതു, എന്നെ വിട്ടു പോകല്ലേ, ചോര, ഒരുപാട് ചോര! അവൻ എന്തൊക്കെയോ അബോധാവസ്ഥയിൽ പിറുപിറുത്തുകൊണ്ടിരുന്നു. ഞാൻ എങ്ങോട്ടും പോകില്ല കാശി, ഞാൻ കൂടെയുണ്ട്. കാർത്തു അവൻ്റെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് കരഞ്ഞു. അവളുടെ കണ്ണീർ അവൻ്റെ കവിളിലേക്ക് വീണടിഞ്ഞു. പതുക്കെ പതുക്കെ കാശിയുടെ വിറയിൽ കുറഞ്ഞു വന്നു. അവൻ പൂർണ്ണമായും ബോധരഹിതനായി കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ കാശിയെ എമർജൻസി വാർഡിലേക്ക് മാറ്റി. ഡോക്ടർമാർ അവനെ പരിശോധിക്കാൻ തുടങ്ങി. വിവരമറിഞ്ഞ് ജാനകി അമ്മയും ശ്രീധരൻ അമ്മാവനും ലക്ഷ്മി അമ്മയും ഓടിപ്പാഞ്ഞ് ഹോസ്പിറ്റലിലെത്തി. ജാനകി അമ്മ കരഞ്ഞുകൊണ്ട് കാർത്തുവിനെ കെട്ടിപ്പിടിച്ചു. എന്താ ഉണ്ടായേ? എൻ്റെ കാശിക്ക് എന്തെങ്കിലും? അമ്മയെ പേടിക്കണ്ട, പണ്ടേ ആക്സിഡൻ്റ് ആയത് കണ്ടപ്പോൾ പുള്ളിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നതാ. ഡോക്ടർമാർ നോക്കുന്നുണ്ട്. കാർത്തു അമ്മയെ ആശ്വസിപ്പിച്ചു. അവളുടെ ഉള്ളിലും വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. ഈ ആഘാതം അവൻ്റെ മാനസിക നിലയെ കൂടുതൽ മോശമാക്കുമോ അതോ അവനെ പൂർണ്ണമായും സുഖപ്പെടുത്തുമോ? മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഡോക്ടർ വാർഡിന് പുറത്തേക്ക് വന്നു. എല്ലാവരും ഡോക്ടറുടെ അരികിലേക്ക് ഓടിയെത്തി. ഡോക്ടറുടെ മുഖത്ത് ഒരു നേർത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഇതൊരു പോസിറ്റീവ് സൈനാണ്. വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ മനസ്സൊരു വലിയ ആഘാതത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു. ഇന്ന് സമാനമായ മറ്റൊരു സംഭവം കണ്ടപ്പോൾ ആ തടസ്സം നീങ്ങിയിട്ടുണ്ട്. തലച്ചോറിലെ ഞരമ്പുകളിലെ സമ്മർദ്ദം കുറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ആഴത്തിലുള്ള ഉറക്കത്തിലാണ്. നാളെ രാവിലെ കണ്ണു തുറക്കുമ്പോൾ വലിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ ജാനകി അമ്മ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ കൈകുപ്പി കരഞ്ഞു. കാർത്തുവിൻ്റെ മനസ്സിലും ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു. അന്ന് രാത്രി മുഴുവൻ കാർത്തു കാശിയുടെ കട്ടിലിനരികിൽ തന്നെ ഇരുന്നു. അവൻ്റെ വലിയ കൈകൾ അവൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഉറക്കത്തിലും അവൻ്റെ മുഖത്ത് പഴയ ഭയമില്ലായിരുന്നു. തികച്ചും ശാന്തനായ ഒരു സാധാരണ മനുഷ്യനെ പോലെ അവൻ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ സൂര്യപ്രകാശം ജനൽ വഴി അകത്തേക്ക് അടിച്ചു കയറി. കാർത്തു കട്ടിലിനരികിലെ കസേരയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയിരുന്നു. കാശിയുടെ കൈവിരലുകൾ പതുക്കെ ചലിച്ചു. അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു.
വെളുത്ത സീലിങ്ങും ചുറ്റുമുള്ള മെഡിക്കൽ ഉപകരണങ്ങളും അവൻ അത്ഭുതത്തോടെ നോക്കി. അവൻ്റെ തലയിലെ ആ കനത്ത ഭാരം ഇപ്പോൾ പൂർണ്ണമായി മാറിയതുപോലെ തോന്നി. ഓർമ്മകൾക്ക് വല്ലാത്തൊരു വ്യക്തത. താൻ ആരാണെന്നും തൻ്റെ ഭൂതകാലം എന്താണെന്നും അവൻ കൃത്യമായി തിരിച്ചറിഞ്ഞു. കാശിയുടെ കൈവിരലുകൾ മെല്ലെ ചലിച്ചു. കണ്ണുകൾക്ക് മുന്നിലെ കാഴ്ചകൾക്ക് വ്യക്തമായതും അവൻ്റെ നെഞ്ച് ഭയം കൊണ്ട് വീണ്ടും പിടയാൻ തുടങ്ങി. അവൻ്റെ മനസ്സിൽ ഒടുവിലായി തെളിഞ്ഞു നിന്നത് ആ കനത്ത മഴയിൽ ലോറിയിടിച്ച് തകരുന്ന കാറും ചോരയിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ ഗീതുവിൻ്റെ മുഖവും മാത്രമായിരുന്നു. പെട്ടെന്ന് അവൻ കട്ടിലിൽ നിന്ന് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റിരുന്നു. അവൻ്റെ ശ്വാസമെടുപ്പ് വേഗത്തിലായി. കണ്ണുകളിൽ വല്ലാത്തൊരു ഭ്രാന്തമായ ഭീതി പടർന്നു. ഗീതു, നീ എവിടെയാ ഗീതു? ആശുപത്രിയുടെ മുറിയുടെ ചുവരുകളെ ഉറപ്പിച്ചുകൊണ്ട് കാശി ഉറക്കെ കരയാൻ തുടങ്ങി. വർഷങ്ങളായി ഉള്ളിൽ അടക്കി പിടിച്ച സങ്കടവും വേദനയുമെല്ലാം ആ ഒരൊറ്റ വിളിയിൽ പുറത്തേക്ക് വരികയായിരുന്നു. അവൻ തലയിൽ കൈവച്ച് ഭ്രാന്തമായി ചുറ്റും നോക്കി വിതുമ്പി. കാശിയുടെ വിലാപം കേട്ടാണ് അരികിലെ കസേരയിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്ന കാർത്തിക ഞെട്ടിയുണർന്നത്. കാശി ബോധം വീണ് കരയുന്നത് കണ്ടപ്പോൾ അവളുടെ ഉള്ളം ഒന്ന് പിടഞ്ഞു. അവൾ വേഗം എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് ചെന്നു. കാശി, പേടിക്കണ്ട, ഞാൻ ഇവിടെയുണ്ട്, ദാ നോക്ക്, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. കാർത്തു അതീവ വാത്സല്യത്തോടെ അവൻ്റെ തോളിൽ തൊട്ടുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കാർത്തുവിൻ്റെ കൈകൾ തൻ്റെ ശരീരത്തിൽ തൊട്ട നിമിഷം കാശി വന്യമായൊരു ദേഷ്യത്തോടെ അവളെ പിന്നിലേക്ക് തള്ളി മാറ്റി. അവൻ്റെ കണ്ണുകളിൽ സ്നേഹത്തിന് പകരം തികച്ചും അപരിചിതമായ ഒരു മനുഷ്യൻ്റെ ഭയവുമായിരുന്നു നിഴലിച്ചിരുന്നത്. ആരാ നീ? എന്നെ തൊട്ടുപോകരുത്, മാറി നിൽക്കുക എൻ്റെ അടുത്ത് നിന്ന്. കാശി അവൾക്ക് നേരെ ആക്രോശിച്ചു. കാശി, ഞാൻ? കാർത്തു സ്തംഭിച്ചു നിന്നുപോയി. അവളുടെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. ആരാടോ താൻ? എന്തിനാ എൻ്റെ മുറിയിൽ കയറി വന്നത്? എൻ്റെ ഗീതു എവിടെ? എൻ്റെ ഗീതുവിന് എന്ത് പറ്റി? എന്നെ പറ്റിക്കാൻ നോക്കണ്ട, എനിക്ക് എൻ്റെ ഗീതുവിനെ കാണണം. അവൻ കട്ടിലിലെ ബെഡ്ഷീറ്റും തലയണവും എല്ലാം വിളിച്ചെറിഞ്ഞ് ഭ്രാന്തമായി നിലവിളിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഈ സമയം കാശിയുടെ ബഹളം കേട്ട് പുറത്ത് നിന്നിരുന്ന ജാനകിയമ്മയും ലക്ഷ്മിയമ്മയും പരിഭ്രാന്തിയോടെ മുറിയിലേക്ക് ഓടിയെത്തി. മുറിയിലെ കാഴ്ച കണ്ട് ജാനകിയമ്മയുടെ നെഞ്ച് തകർന്നു പോയി. അമ്മയെ കണ്ടതും കാശി ഒരു കൊച്ചുകുട്ടിയെ പോലെ ഓടി വന്ന് അവരുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അമ്മേ, എന്താ ഇതൊക്കെ? എന്തിനാ ഈ ഹോസ്പിറ്റലിൽ? നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആ വണ്ടി വന്ന് ഇടിച്ചില്ല അമ്മേ. എൻ്റെ ഗീതുവിന് എങ്ങനെയുണ്ട്? അവൾക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മേ. അമ്മ എന്തെങ്കിലും സംസാരിക്കമ്മേ. കാശിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി. ജാനകിയമ്മ തളർന്നു പോയി. ഡോക്ടർ പറഞ്ഞത് സത്യമാണ്. കാശിക്ക് പഴയ ഓർമ്മകൾ തിരികെ കിട്ടിയിരിക്കുന്നു. പക്ഷേ ആക്സിഡൻറ്റ് നടന്ന ആ ദിവസം വരെയുള്ള ഓർമ്മകൾ മാത്രമേ അവനുള്ളൂ. അതിനുശേഷം തൻ്റെ മാനസിക നില തെറ്റിയതോ കാർത്തിക തൻ്റെ ജീവിതത്തിലേക്ക് വന്നതോ അവളോടൊപ്പം കഴിഞ്ഞ നാളുകളോ ഒന്നും അവൻ്റെ മനസ്സിൽ ഒരിറ്റു പോലും അവശേഷിച്ചിരുന്നില്ല. അവന് കാർത്തിക ഇപ്പോൾ വെറുമൊരു അപരിചിതയായ പെൺകുട്ടി മാത്രമാണ്. അവനെ കാശി, നീ ഒന്ന് ശാന്തമാക്. ജാനകിയമ്മ അവനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. എനിക്ക് ശാന്തമാകാൻ കഴിയില്ല അമ്മേ. നീ നിൽക്കുന്ന പെൺകുട്ടി ആരാ? ഇവളോട് എൻ്റെ അടുത്ത് നിന്നൊന്ന് മാറി നിൽക്കാൻ പറ. കാശി കനത്ത ദേഷ്യത്തോടെ കാർത്തുവിനെ ചൂണ്ടി പറഞ്ഞു. തനിക്ക് നേരെ നീണ്ട കാശിയുടെ വിരലുകളിലേക്ക് നോക്കി കാർത്തിക തരിച്ചു നിന്നു. ഇന്നലെ രാത്രി വരെ തനിക്കായി പാട്ടുപാടിയ, തൻ്റെ മടിയിൽ തലവെച്ചുറങ്ങിയ, തൻ്റെ മുടിയിഴകളിൽ പ്രണയത്തോടെ തലോടിയ ആ മനുഷ്യൻ തന്നെയാണ് ഇന്ന് തന്നെ ഒരു ശത്രുവിനെ പോലെ നോക്കി ആക്രോശിക്കുന്നത്. അവൻ്റെ ഉള്ളിൽ അസുഖം മാറിയപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടത് അവൾ ജീവനേക്കാൾ അധികം സ്നേഹിച്ചു തുടങ്ങിയ അവളുടെ കാശിയെ ആയിരുന്നു. അവൻ പൂർണ്ണ ആരോഗ്യവാനായ ഒരു സാധാരണ മനുഷ്യനായി മാറി. പക്ഷേ ആ മാറ്റത്തിൽ കാർത്തു എന്ന അവൻ്റെ ഭാര്യയുടെ സ്ഥാനം പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരുന്നു. ഉള്ളിൽ വന്നു നിറഞ്ഞ സങ്കടക്കടൽ പുറത്ത് ചാടാതിരിക്കാൻ അവൾ ചുണ്ടുകൾ കടിച്ചമർത്തി. കണ്ണുകളിൽ നിന്നും കണ്ണീർ ചാലുകളായി ഒലിച്ചിറങ്ങി. ജാനകിയമ്മയോ ലക്ഷ്മിയമ്മയോ അവളോടൊന്നും പറഞ്ഞില്ല. എന്തു പറയണമെന്ന് അവൾക്കും അറിവില്ലായിരുന്നു. കാർത്തു പതിയെ പിന്നിലേക്ക് നടന്നു. മുറിയുടെ വിജനമായ ഒരു മൂലയിലേക്ക് മാറി നിന്ന് ആരും കാണാതെ അവൾ വിതുമ്പിക്കരഞ്ഞു. അപ്പോഴും കട്ടിന്മേലെ ഇരുന്ന് ഗീതു ഗീതു എന്ന് വിളിച്ചു കരയുന്ന കാശിയായിരുന്നു അവൾ കണ്ടത്. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജീവിതത്തിലേക്ക് വന്നവളാണെങ്കിലും ഇപ്പോൾ കാശിയുടെ മാറ്റം അവളുടെ ഹൃദയത്തെ പാടെ തകർത്തു കഴിഞ്ഞിരുന്നു. തുടർന്നുള്ള ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി അവൾക്ക് മുന്നിൽ അവശേഷിച്ചു. ആശുപത്രിയിലെ കലുഷിതമായ അന്തരീക്ഷത്തിന് ശേഷം കാശിയെയും കൂട്ടി അവർ കിഴക്കെടുത്ത് തറവാട്ടിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ ആ വലിയ നാലുകെട്ടിലേക്ക് പടികയറുമ്പോൾ പഴയ നിഷ്കളങ്കനായ കാശിയല്ലായിരുന്നു കൂടെയുണ്ടായിരുന്നത്. മറിച്ച് ഗീതുവിൻ്റെ ഓർമ്മകളിൽ നീറുന്ന വലിഞ്ഞു മുറുകിയ മുഖമുള്ള ഒരു അപരിചിതനായിരുന്നു അവൻ കാർത്തികക്ക്. വീട്ടിലെത്തിയ ഉടനെ ജാനകിയമ്മ കാശിയെ കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു.
കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അവൻ കടന്നുപോയ മാനസികാവസ്ഥയും അവൻ്റെ ജീവൻ നിലനിർത്താൻ കാർത്തിക എന്ന പെൺകുട്ടി സ്വന്തം ജീവിതം പണയം വെച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നതുമെല്ലാം അമ്മ അവനോട് വിതുമ്പലോടെ വിവരിച്ചു. എന്നാൽ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കാശിയുടെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യമാണ് പടർന്നത്. ഇല്ല അമ്മേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. കാശി മേശപ്പുറത്ത് കൈകൊണ്ട് അടിച്ചുകൊണ്ട് ആക്രോശിച്ചു. എൻ്റെ ബോധമില്ലായ്മ മുതലെടുത്ത് നിങ്ങൾ എന്നെക്കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിച്ചു എന്ന് വെച്ചാൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ, അതെൻ്റെ ഗീതുവാണ്. അവൾക്ക് പകരം മറ്റൊരുത്തിയും എൻ്റെ ഭാര്യയായി കാണാൻ എനിക്ക് കഴിയില്ല. അതിനി ആരായാലും ശരി. അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് കാർത്തികയെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ തൻ്റെ മുറിയിലേക്ക് നടന്നു. വാതിൽ അതിശക്തമായി അടച്ച് അവൻ ആ മുറിക്കുള്ളിലേക്ക് ഒതുങ്ങിപ്പോയി. പുറത്തു നിന്നും അമ്മ എത്ര വിളിച്ചിട്ടും അവൻ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. ആഴ്ചകൾ പലതും കടന്നുപോയി. കിഴക്കേടത്തെ തറവാടിൻ്റെ അന്തരീക്ഷം വല്ലാതെ മാറി മറിഞ്ഞു. കാശി ഇപ്പോൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ തൻ്റെ പഴയ ബിസിനസ് കാര്യങ്ങളും ഓഫീസ് ഫയലുകളും എല്ലാം പതിയെ നോക്കി തുടങ്ങി. തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ അവൻ തിരിച്ചു പിടിക്കുകയായിരുന്നു. മനസ്സിൽ ഇപ്പോഴും വലിയൊരു ശൂന്യതയുണ്ടായിരുന്നിട്ടും ഗീതുവിൻ്റെ വിയോഗം എന്ന യാഥാർത്ഥ്യത്തോട് അവൻ പതിയെ പൊരുത്തപ്പെടാൻ ശ്രമിച്ചു. തൻ്റെ കാര്യങ്ങളെല്ലാം അവൻ സ്വയം ചെയ്തു തുടങ്ങി. പക്ഷേ ആ വീട്ടിൽ ജീവിക്കുന്ന കാർത്തികയെ അവൻ പൂർണ്ണമായും അവഗണിച്ചു. അവൾ മുന്നിൽ വരുമ്പോഴെല്ലാം അവൻ കണ്ടിട്ടും കാണാത്തതുപോലെ നടന്നു. ഒരൊറ്റ വാക്കുപോലും അവളോട് സംസാരിച്ചില്ല. അവൾ വെച്ചു വിളമ്പുന്ന ആഹാരം പോലും കഴിക്കാൻ അവൻ കൂട്ടാക്കിയില്ല. കാർത്തികയുടെ സാന്നിധ്യം പോലും അവനിൽ കടുത്ത ദേഷ്യവും അസ്വസ്ഥതയുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. താൻ പ്രാണനെ പോലെ സ്നേഹിച്ച മനുഷ്യൻ്റെ ഈ മാറ്റം കാർത്തുവിനെ ഓരോ ദിവസവും ജീവനോടെ കൊല്ലുകയായിരുന്നു. എങ്കിലും ജാനകി അമ്മയുടെയും സ്വന്തം അമ്മയുടെയും മുഖം കണ്ട് അവളെല്ലാം ഉള്ളിലൊതുക്കി ഒരു നിഴൽ പോലെ ആ വീട്ടിൽ തുടർന്നു. മുകളിലത്തെ നിലയിലുള്ള കാശിയുടെ മുറിയിൽ ഫയലുകൾ ഒതുക്കി വെക്കാൻ വേണ്ടി കാർത്തു അങ്ങോട്ട് ചെന്നതായിരുന്നു. അവൾ മേശപ്പുറത്തെ പുസ്തകങ്ങൾ മാറ്റിവെക്കുന്നതിനിടയിലാണ് കാശി മുറിയിലേക്ക് കടന്നു വന്നത്. അവൾ തൻ്റെ മുറിയിൽ നിൽക്കുന്നത് കണ്ടതും അവൻ്റെ കണ്ണുകൾ കനലായി മാറി. അവൻ വേഗത്തിൽ നടന്ന് അവൾക്ക് മുന്നിലെത്തി അവളുടെ കയ്യിൽ കടുപ്പത്തിൽ പിടിച്ചു തിരിച്ചു. എന്തിനാ നീ എൻ്റെ മുറിയിൽ കയറിയത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മുന്നിൽ വന്നു പോകരുതെന്ന്? കാശി പല്ലിറുമ്മിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വെറുതെ ഈ ഫയലുകൾ കാർത്തു വേദനയോടെ കൈവിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കാശിയുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. നിന്റെ കപടമായ സ്നേഹപ്രകടനം ഒന്ന് നിർത്ത് കാർത്തിക, കാശി കഠിനമായ ശബ്ദത്തിൽ പറഞ്ഞു. നിനക്ക് എന്തായിരുന്നു വേണ്ടത്? നിന്റെ കുടുംബത്തിൽ കടങ്ങൾ വീട്ടണം, ജപ്തി ഒഴിവാക്കണം, അതല്ലേ? അതിനു വേണ്ടിയല്ലേ ബോധമില്ലാത്ത എന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചത്? ഇപ്പോൾ നിന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? നിന്റെ വീടിൻ്റെ ജപ്തിയും കടങ്ങളും എല്ലാം ഈ കിഴക്കേടത്തെ പണം കൊണ്ട് തീർന്നു കിട്ടിയില്ലേ? ഇനിയെങ്കിലും നിനക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പോയിക്കൂടെ? എന്നെ എൻ്റെ വഴിക്ക് വിട്ടൂടെ നിനക്ക്? കാശിയുടെ വാക്കുകൾ കാർത്തികയുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് കുത്തിക്കയറിയത്. തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ അവൾ എടുത്ത വലിയ തീരുമാനം വെറും ഒരു പണക്കൊതിയായിട്ടാണ് അവൻ കണ്ടത് എന്ന തിരിച്ചറിവ് അവളെ തകർത്ത് കളഞ്ഞു. അവൾക്ക് മറുപടി പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. കാർത്തികയുടെ കൈത്തണ്ടയിലെ പിടിമുറുക്കിക്കൊണ്ട് കാശി വീണ്ടും ആക്രോശിച്ചു. നിന്റെ ലക്ഷ്യം ഈ കിഴക്കേടത്തെ പണവും പ്രതാപവും മാത്രമായിരുന്നു. അതിനുവേണ്ടി നീ എൻ്റെ ഭ്രാന്തിനെ പോലും മുതലെടുത്തു. അവൻ്റെ വാക്കുകൾ ഓരോന്നും മൂർച്ചയുള്ള മുനകൾ പോലെ കാർത്തുവിൻ്റെ നെഞ്ചിലേക്ക് തറച്ചു കയറി. തൻ്റെ ആത്മാഭിമാനത്തെയാണ് അവൻ വെറും പണക്കൊതിയായി ചിത്രീകരിക്കുന്നത്. വേദനയും സങ്കടവും ഉള്ളിലൊതുക്കി തൻ്റെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകിയ കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ കാശിയുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ആ നോട്ടത്തിൽ ഭയമായിരുന്നില്ല, മറിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യമായിരുന്നു. അവൾ കടുപ്പത്തിൽ തൻ്റെ കൈ കാശിയുടെ പിടിയിൽ നിന്നും വലിച്ചൂരി. എന്നിട്ട് വിതുമ്പുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഞാൻ ഒന്ന് ഒഴിഞ്ഞു തന്നാൽ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു തന്നാൽ കാശിക്ക് സന്തോഷമാവുമോ? കാശിയുടെ മുഖത്ത് കഠിനമായൊരു ഭാവം തന്നെയായിരുന്നു. അതെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ സമാധാനം വേണം. നിൻ്റെ ഈ മുഖം എൻ്റെ മുന്നിൽ വരുന്നത് പോലും എനിക്ക് അസ്വസ്ഥതയാണ്. കാർത്തുവിൻ്റെ ചുണ്ടിൽ ഒരു നേർത്ത സങ്കടച്ചിരി വിരിഞ്ഞു. അവൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ശരിയാണ്, ഞാൻ ഒഴിഞ്ഞു തരാം. ഈ കിഴക്കേടത്തെ പടികൾ ഇറങ്ങി ഞാൻ പൊയ്ക്കോളാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കാശിയോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പണത്തിന് വേണ്ടിയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് സത്യമാണ്. എൻ്റെ ജപ്തിയിലായ വീടും പ്രായമായ അമ്മയെയും അനിയത്തെയും തെരുവിലേക്ക് ഇറക്കി വിടേണ്ടി വരും എന്ന ഭയം കൊണ്ടാണ് ഞാൻ ഈ താലിക്ക് മുന്നിൽ കഴുത്ത് നീട്ടിയത്. പക്ഷെ അതിനുശേഷം ഈ നാലുകെട്ടിനുള്ളിൽ വെച്ച് ഞാൻ ഒരിക്കൽ പോലും നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല. അവൾ ഒരു നിമിഷം നിർത്തി ശ്വാസം എടുക്കാൻ പോലും പ്രയാസപ്പെട്ട് തുടർന്നു.
നിങ്ങൾ എന്നെ ഗീതു എന്ന് വിളിച്ച് നെഞ്ചോട് ചേർത്തപ്പോഴും മുടിയിൽ തലോടി പാട്ടുപാടി തന്നപ്പോഴും ഞാൻ അനുഭവിച്ചത് കപട സ്നേഹമായിരുന്നില്ല. ആ മാനസികാവസ്ഥയിലും നിങ്ങൾ എനിക്ക് തന്ന സുരക്ഷിതത്വം വലുതായിരുന്നു. ലോകം നിങ്ങളെ ഭ്രാന്തനെന്ന് വിളിച്ചപ്പോഴും ഞാൻ നിങ്ങളെ പ്രാണനേക്കാൾ അധികം സ്നേഹിച്ചു പോയി കാശി. എൻ്റെ ജീവനേക്കാളധികം. നിങ്ങളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ ഞാനും അമ്മയും ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാവോ? എപ്പോഴെങ്കിലും ഓർമ്മകൾ തിരികെ വരുമ്പോൾ നിങ്ങളെന്നെ മറന്നു പോയേക്കാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായി എല്ലാ സൗഭാഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥനകളെല്ലാം. അതിപ്പോൾ സാധിച്ചല്ലോ, എനിക്കത് മതി. അവൾ കാശിയുടെ മുഖത്തേക്ക് നോക്കി കണ്ണീരോടെ കൈകൂപ്പി. വിഷമിക്കണ്ട കാശി, ഞാൻ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിടത്തും കാണിട്ടില്ല. ആ ചുവരുകൾക്കുള്ളിൽ എവിടെയും എൻ്റെ നിഴൽ പോലും ഇനി നിങ്ങൾ കണ്ണിൽ പെടില്ല. അത്രയും പറഞ്ഞ് തകർന്നു പോയ ഹൃദയത്തോടെ കാർത്തിക മുറിയിൽ നിന്നും വേഗത്തിൽ ഇറങ്ങി ഓടി. കാശി ഒരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി. അവളുടെ വാക്കുകളിലെ സത്യവും ആ കണ്ണീരിലെ ആത്മാർത്ഥതയും അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നേരത്തെ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലും തൻ്റെ വാശിയും ദേഷ്യവും കാരണം അവൻ അത് അവഗണിച്ചു വിട്ടു. എന്നാൽ അവിടെ നിന്നും കൃത്യം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് താഴത്തെ നിലയിൽ നിന്നും ജാനകി അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള നിലവിളി ഉയർന്നത്. കാശി മോനെ, ഓടിവായോ, കാർത്തു! അമ്മയുടെ ഉറക്കിയുള്ള അലർച്ച കേട്ടതും കാശിയുടെ നെഞ്ച് പെട്ടെന്നൊന്ന് പിടഞ്ഞു. അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടി. താഴത്തെ നിലയിലുള്ള കാർത്തികയുടെ മുറി ലക്ഷ്യമാക്കി പാഞ്ഞു. ലക്ഷ്മിയമ്മയും മാരുതിയും എല്ലാം അവിടെ ഒത്തുകൂടിയിരുന്നു. മുറിക്കുള്ളിലേക്ക് കയറിയ കാശി കണ്ടത് ചോരയുറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. കാർത്തിക കട്ടിലിൻ്റെ അരികിലായി തറയിൽ തളർന്നു വീണ് കിടക്കുകയാണ്. അവളുടെ വായ്ക്കരികിൽ നിന്നും പത ഒലിക്കുന്നുണ്ടായിരുന്നു. മേശപ്പുറത്ത് പകുതി ഒഴിഞ്ഞൊരു വിഷക്കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. കാശിയുടെ കഠിനമായ വാക്കുകൾ താങ്ങാൻ കഴിയാതെ അവൾ വിഷം കഴിച്ചിരിക്കുകയാണ്. കാർത്തു! കാശിയുടെ നെഞ്ച് തകർന്നുപോയി. അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യവും വാശിയും എങ്ങോ മറഞ്ഞു. വല്ലാത്തൊരു ഭയത്തോടെ അവൻ അവൾക്കരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. എന്താണോ ഇത്? കാർത്തു, കണ്ണു തുറക്ക്! അവൻ പരിഭ്രാന്തിയോടെ അവളെ കുലുക്കി വിളിച്ചു. പക്ഷെ അവളുടെ ശരീരം തണുത്തു വിറക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം പോലും കളയാതെ കാശി അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു. ആരൊന്നും പറയുന്നതിന് മുമ്പേ അവൻ അവളെയും കൊണ്ട് കാറിലേക്ക് പാഞ്ഞു. ലക്ഷ്മിയമ്മയും ജാനകിയമ്മയും കരഞ്ഞുകൊണ്ട് കാറിൻ്റെ പിൻസീറ്റിൽ കയറി. കാശി ഭ്രാന്തരെ പോലെ വണ്ടി ഓടിച്ച് ടൗണിലെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. ആശുപത്രിയിലെത്തിയ ഉടനെ ഡോക്ടർമാർ കാർത്തികയെ അടിയന്തരമായി ICUയിലേക്ക് മാറ്റി. പുറത്തെ ഇടനാഴിയിൽ കാത്തിരിപ്പ് കഠിനമായിരുന്നു. ലക്ഷ്മിയമ്മ മകളുടെ അവസ്ഥയോർത്ത് തളർന്നു വീണു. ജാനകിയമ്മ കരഞ്ഞു തളർന്ന് കാശിയുടെ അരികിലേക്ക് വന്നു. അമ്മയുടെ കണ്ണുകളിൽ മകനോടുള്ള കടുത്ത അമർഷവും സങ്കടവുമായിരുന്നു. നിനക്ക് സന്തോഷമായല്ലോ കാശി? ജാനകിയമ്മ കനത്ത ശബ്ദത്തിൽ ചോദിച്ചു. അവൾ നിന്റെ പണം മോഹിച്ചാണ് വന്നതെന്ന് നീ പറഞ്ഞല്ലേ? നിന്റെ ജീവൻ നിലനിർത്താൻ അവൾ ചെയ്ത കാര്യങ്ങൾ നീ അറിഞ്ഞിട്ടുണ്ടോ? നീ ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ചപ്പോൾ സ്വന്തം കൈകൊണ്ട് നിന്നെ ഊട്ടിയവളാണ് അവൾ. നീ പേടിച്ചു വിടച്ചപ്പോൾ നിന്നെ നെഞ്ചോട് ചേർത്ത് കാവലിരുന്നവളാണ്. നിന്റെ ഈ ഭ്രാന്ത് മാറ്റാൻ വേണ്ടി അവൾ സഹിച്ച അപമാനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഈ അമ്മക്ക് പോലും ചെയ്യാൻ കഴിയാത്തതാണ് ആ പാവം കുട്ടി നിനക്ക് വേണ്ടി ചെയ്തത്. എന്നിട്ടും നീ അവളെ പണക്കുതിയോടെ ആട്ടി ഓടിച്ചു. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിനക്ക് ഞാൻ മാപ്പ് തരില്ല കാശി. അമ്മയുടെയും മറ്റു കുറ്റപ്പെടുത്തലുകൾ കാശിയുടെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. താൻ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ കാർത്തിക തനിക്ക് തണലായ ഓരോ നിമിഷങ്ങളും അവർ എണ്ണി പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളോട് ചെയ്ത ക്രൂരതയോർത്ത് അവൻ്റെ നെഞ്ചു പൊട്ടി. മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനക്കൊടുവിൽ ഡോക്ടർ ICUവിൻ്റെ പുറത്തേക്ക് വന്നു. ഭാഗ്യമുണ്ട്, കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് വിഷം പൂർണ്ണമായി ശരീരത്തിൽ പടർന്നില്ല. വയറ് വാഷ് ചെയ്തു. അവൾ ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പേടിക്കേണ്ടതില്ല. ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ കാശിയുടെ ശ്വാസം നേരെ വീണു. അവൻ വല്ലാത്തൊരു ആശ്വാസത്തോടെ ചുവരിലേക്ക് ചാടി നിന്നു. പിറ്റേന്ന് രാവിലെ കാർത്തികയെ ജനറൽ വാർഡിലേക്ക് മാറ്റി. ജാനകിയമ്മയും ലക്ഷ്മിയമ്മയും അവൾക്കരികിൽ തന്നെയുണ്ടായിരുന്നു. പതിയെ വാതിൽ തുറന്ന് കാശി മുറിക്കുള്ളിലേക്ക് കയറി വന്നു. അവൻ്റെ മുഖത്ത് പഴയ ദേഷ്യമായിരുന്നില്ല, പകരം വല്ലാത്തൊരു കുറ്റബോധവും അസ്വസ്ഥതയുമായിരുന്നു. കാശി ഉള്ളിലേക്ക് കയറി വരുമ്പോൾ അവൻ അവളോട് എന്ത് ചോദിക്കണമെന്നറിയാതെ നിശബ്ദനായി നിന്നു. കാർത്തിക മെല്ലെ കണ്ണുകൾ തുറന്ന് അവനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ കണ്ണീർ ഉറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. കാശി അവളുടെ അരികിലേക്ക് ഒരു ചുവട് മുന്നോട്ട് വെച്ചതും കാർത്തിക വല്ലാത്തൊരു വേദനയോടെ മുഖം തിരിച്ചു. എന്നിട്ട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇനി ആ കിഴക്കേടത്തെ വീട്ടിലേക്ക് വരില്ല കാശി. എൻ്റെ അമ്മയെയും അനിയത്തെയും കൂട്ടി ഞാൻ എൻ്റെ പഴയ വീട്ടിലേക്ക് തന്നെ പോയിക്കോളാം. കാശി ധൈര്യമായി പോയിക്കോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞാൻ ഒരു തടസ്സമാവില്ല.
അവളുടെ വാക്കുകൾ കാശിയുടെ ഹൃദയത്തെ വീണ്ടും പിടിച്ചുലച്ചു. തന്നെ പൂർണ്ണമായും തൻ്റെ വഴിക്ക് വിട്ട് അകന്നു പോവാൻ ഉറച്ച കാർത്തികയെ നോക്കി നിൽക്കുമ്പോൾ കാശിയുടെ ഉള്ളിൽ അവളോടുള്ള ഒരു പുതിയ വികാരം നാമ്പെടുക്കുകയായിരുന്നു. കാർത്തികയുടെ ആ വാക്കുകൾ കേട്ട് ഒരക്ഷരം പോലും മിണ്ടാനാകാതെ കനത്ത സങ്കടത്തോടെയും കുറ്റബോധത്തോടെയും കാശി ആ ആശുപത്രി മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. വല്ലാത്തൊരു അസ്വസ്ഥത അവൻ്റെ മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. 2 ദിവസത്തിന് ശേഷം കാർത്തിക ആശുപത്രി വിട്ടു. എന്നാൽ അവൾ കിഴക്കേടത്ത് നാലുകെട്ടിലേക്ക് മടങ്ങി വന്നില്ല. ജാനകി അമ്മ എത്ര നിർബന്ധിച്ചിട്ടും തൻ്റെ അമ്മയെയും അനിയത്തിയെയും കൂട്ടി അവൾ സ്വന്തം പഴയ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. കാർത്തിക പടിയിറങ്ങിയ പോയതോടെ കിഴക്കേടത്തെ വലിയ തറവാട് വീണ്ടും മൂകമായി. ഓരോ ദിവസം കടന്നു പോകുന്തോറും കാശിയുടെ ഉള്ളിൽ അസ്വസ്ഥത ഇരട്ടിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെ വലിപ്പമേറിയ ഓരോ മുറിയിലൂടെ കടന്നു പോകുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നപ്പോൾ അവൾ തനിക്ക് നൽകിയ കരുതലിൻ്റെ ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി. മുറ്റത്തെ തെച്ചിപ്പൂക്കളും തനിക്ക് ചോറുരുളകൾ വെച്ച് തന്ന അവളുടെ കൈകളും അവൻ്റെ ചിന്തകളെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവളില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന സത്യം അവൻ തിരിച്ചറിയാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം വല്ലാത്തൊരു ശൂന്യതയോടെ കാശി തറവാടിൻ്റെ തെക്കേ വശത്തുള്ള കാർത്തികയുടെ ഒഴിഞ്ഞ മുറിയിൽ വെറുതെ കയറി. അവൾ ഉപയോഗിച്ചിരുന്ന കട്ടിലും മേശയുമെല്ലാം അങ്ങനെ തന്നെയുണ്ട്. അവൻ പതിയെ അവളുടെ മേശക്കരികിലേക്ക് നടന്നു. വലിപ്പ് തുറങ്ങി നോക്കിയപ്പോഴാണ് നീല കവറുള്ള ഒരു ചെറിയ ഡയറി അവൻ്റെ കണ്ണിൽ പെട്ടത്. കൗതുകത്തോടെ കാശി ആ ഡയറി കയ്യിലെടുത്ത് താളുകൾ മറിച്ചു തുടങ്ങി. അത് കാർത്തികയുടെ ഡയറിയായിരുന്നു. കിഴക്കെടുത്ത തറവാട്ടിലേക്ക് ആദ്യമായി വലതുകാൽ വെച്ച് കയറിയ ദിവസം മുതൽ ഉള്ള കാര്യങ്ങൾ അവൾ അതിൽ ഒരിടം പോലും ബാക്കി വിടാതെ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായി ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു തടവറയിൽ അകപ്പെട്ട ഭയമായിരുന്നു എനിക്ക്. പക്ഷെ രാത്രി എൻ്റെ അരികിലേക്ക് വന്ന് എൻ്റെ കണ്ണീർ തുടച്ചു മാറ്റി നെഞ്ചോട് ചേർത്ത് കാവലിരുന്ന് എൻ്റെ കാശിയേട്ടനെ കണ്ടപ്പോൾ ആ ഭയമെല്ലാം മാറി കേട്ടോ. ഈ മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. മറ്റൊരു താളിൽ അവൾ എഴുതിയിരുന്നു, ഓരോ ദിവസവും എന്നെ ഗീതു എന്ന് വിളിച്ചാണ് ഏട്ടൻ ഓടി വരുന്നത്. ആ വിളി എൻ്റെ ഉള്ളിൽ ചെറിയൊരു നോവായി അവശേഷിക്കുന്നുണ്ട്. എങ്കിലും എന്നെ നോക്കുന്ന കണ്ണുകളിലെ നിഷ്കളങ്കമായ പ്രണയം എനിക്കുള്ളതാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഈ ഭാവത്തിനെ മാറ്റിയെടുക്കുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. അവസാന താളുകളിലേക്ക് എത്തിയപ്പോൾ കാശിയുടെ ഓർമ്മകൾ തിരികെ വന്നതിനു ശേഷമുള്ള ദിവസങ്ങളെക്കുറിച്ചായിരുന്നു അവൾ എഴുതിയിരുന്നത്. ഇന്ന് ഏട്ടൻ എന്നെ ഒരു ശത്രുവിനെ പോലെ നോക്കി ആക്രോശിച്ചു. ഞാൻ പണക്കൊതി കൊണ്ടാണ് ഏട്ടൻ ജീവിതത്തിലേക്ക് വന്നതെന്ന് ഏട്ടൻ വിചാരിക്കുന്നു. എൻ്റെ പ്രാണനേക്കാൾ അധികം ഞാൻ ഏട്ടനെ സ്നേഹിച്ചു പോയി എന്നതാണ് സത്യം. ഓർമ്മകൾ തിരിച്ചു കിട്ടിയപ്പോൾ ഏട്ടന് തന്നെ വേണ്ടായിരുന്നു. ഞാൻ ഒഴിഞ്ഞു തരാം ഏട്ടാ. പക്ഷെ നിങ്ങളുടെ ആ കഠിനമായ വാക്കുകൾ താങ്ങാൻ എൻ്റെ ഈ ഹൃദയത്തിന് കഴിയുന്നില്ല. ഞാൻ പോകുന്നു. ഡയറിയിലെ അവസാന വരികൾ വായിച്ചു തീർന്നപ്പോഴേക്കും കാശിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ചാലുകളായി ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. കാർത്തു തനിക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച പെൺകുട്ടിയായിരുന്നു എന്ന് അവൻ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. അവളോട് ചെയ്ത ക്രൂരതകൾ ഓർത്ത് അവൻ്റെ നെഞ്ചു പൊട്ടി. ഒരു നിമിഷം പോലും വൈകാതെ കാശി ഡയറിയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ വീട്ടിലേക്ക് ഭ്രാന്തമായി വണ്ടി ഓടിച്ചു. ഏകദേശം ഒരാഴ്ചയായിരുന്നു കാർത്തിക തൻ്റെ പഴയ വീട്ടിലെത്തിയിട്ട്. ആ വീട്ടിൽ ഒരു ജീവച്ചാവം പോലെയായിരുന്നു അവൾ കഴിഞ്ഞുകൂടിയിരുന്നത്. ഉമ്മറത്തിരിക്കുകയായിരുന്ന ലക്ഷ്മി അമ്മ ദൂരെ നിന്നും കാശി വരുന്നത് കണ്ടു. കാശിയുടെ മുഖത്തെ പരിഭ്രാന്തി കണ്ട് ലക്ഷ്മി അമ്മ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, കയറിയിരിക്കും മോനെ. കാശി അല്പം മടിയോടെയും കുറ്റബോധത്തോടെയും ഉമ്മറത്തേക്ക് കയറിയിരുന്നു. അവന് കാർത്തികയെ കാണാൻ വല്ലാത്ത കൊതിയായിരുന്നു. അമ്മേ, കാർത്തു എവിടെ? അവൻ വിതുമ്പുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അവൾ മുകളിലത്തെ മുറിയിലുണ്ട്. വന്നത് മുതൽ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല, അമ്മ സങ്കടത്തോടെ പറഞ്ഞു. ഞാനൊന്ന് കാർത്തുവിനെ കണ്ടോട്ടെ അമ്മേ. കാശിയുടെ ചോദ്യത്തിന് മുന്നിൽ ലക്ഷ്മിയമ്മ സമ്മതത്തോടെ നിറകണ്ണുകളോട് തലയാട്ടി. കാശി വേഗത്തിൽ പടികൾ കയറി മുകളിലത്തെ മുറി ലക്ഷ്യമാക്കി നടന്നു. പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി അവൻ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. ജനലിനരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് കാർത്തിക. വെറും ഒരു നിഴൽ രൂപം മാത്രമുള്ള ഒരു പെൺകുട്ടിയെ പോലെ അവളെ തോന്നിപ്പിച്ചു. ആകെ ക്ഷീണിച്ച് കൺതടങ്ങൾ കറുത്ത് മുഖത്തെ പ്രകാശം മുഴുവൻ കെട്ടുപോയിരിക്കുന്നു. കാർത്തു. കാശി വളരെ പതിയെ ആർദ്രമായി അവളെ ഒന്ന് വിളിച്ചു. ആ വിളിയേട്ട് കാർത്തിക ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന കാശിയെ കണ്ടതും അവളുടെ ഉള്ളം ഒന്ന് പിടഞ്ഞു. അവൾക്ക് സങ്കടം അടക്കാനായില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയും ചുണ്ടുകൾ വിറക്കുകയും ചെയ്തു. എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു പതിയെ ചോദിച്ചു, കാശിയേട്ടാ, ഇപ്പം സുഖമല്ലേ? സന്തോഷമായിരിക്കുന്നില്ലേ? താൻ അവളെ ആട്ടി ഓടിച്ചിട്ടും
ഇറക്കി വിട്ടിട്ടും ഇപ്പോഴും തൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന കാർത്തികയെ കണ്ടതോടെ കാശിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയി. അവൻ ഒരൊറ്റ കുതിപ്പിന് അവളുടെ അരികിലേക്ക് പാഞ്ഞെത്തി അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചു മുറുക്കി കെട്ടിപ്പിടിച്ചു. ഇല്ലടാ, നീ ഇല്ലാതെ എനിക്കൊട്ടും സുഖമില്ല. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാർത്തു. കാശിയുടെ ശബ്ദം കരച്ചിലായി മാറി. അവൻ അവളുടെ നെറ്റിയിലും കവിളുകളിലും കണ്ണുകളിലും തൻ്റെ ചുണ്ടുകൾ കൊണ്ട് പ്രണയത്തിൻ്റെ ചുംബനങ്ങൾ പെയ്തിറക്കി. അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ അവൻ വിതുമ്പുന്നുണ്ടായിരുന്നു. നിന്റെ സ്നേഹം തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി കാർത്തു. എന്നോട് പൊറുക്കില്ല നീ. ആ ഭ്രാന്തൻ അവസ്ഥയിൽ എനിക്ക് തണലായ നിന്നെ ഞാൻ പണക്കൊതി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചില്ലേ? എന്നോട് ക്ഷമിക്കടോ. അവൻ വീണ്ടും അവളെ ഇറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ മുടിയിഴകളിൽ മുഖം പൂഴ്ത്തിക്കളഞ്ഞു. കാർത്തികയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദക്കണ്ണീർ ഒലിച്ചിറങ്ങി. അവൾ അവളുടെ കൈകൾ കൊണ്ട് കാശിയുടെ നെഞ്ചിൽ മുറുക്കെ പിടിച്ചു. ഇനിയൊരു നിമിഷം പോലും നിന്നെ ഞാൻ എന്നിൽ നിന്ന് അകറ്റി നിർത്തില്ല. എൻ്റെ കൂടെ നീയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വാ, നമുക്ക് നമ്മുടെ കിഴക്കേടത്തേക്ക് പോകാം. കാശി അവളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കാർത്തികയുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിൽ മുറുകെ പിടിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു. ഉമ്മറത്ത് നിൽക്കുകയായിരുന്ന ലക്ഷ്മിയമ്മയും മാലതിയും സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും ആ കാഴ്ച കണ്ട് കണ്ണു നിറച്ചു. കിഴക്കിടത്തെ വലിയ നാലുകെട്ടിലേക്ക് കാർത്തു വീണ്ടും വലതുകാൽ വെച്ച് കയറുമ്പോൾ ജാനകിയമ്മ അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം കിഴക്കിടത്തെ വലിയ നാലുകെട്ടിൻ്റെ മുകളിലത്തെ നിലയിലെ പൂന്തോട്ടത്തിൽ പെയ്തു തോർന്ന ഒരു രാത്രിയായിരുന്നു അത്. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. തണുത്ത കാറ്റിൽ മുല്ലപ്പൂക്കളുടെ മണം അന്തരീക്ഷത്തിൽ പടർന്നു കിടന്നു. മുറിയിലെ കട്ടിലിൽ ഒരറ്റത്തിരുന്ന് തൻ്റെ നീണ്ട മുടികൾ ഉണക്കുകയായിരുന്നു കാർത്തിക. നീല നിറത്തിലുള്ള ഒരു നേർത്ത സിൽക്ക് സാരിയായിരുന്നു അവളുടെ വേഷം. അവളുടെ മുഖം ഒരു പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് പുറകിലൂടെ 2 ശക്തമായ കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ വരിഞ്ഞു മുറുക്കിയത്. കാശിയായിരുന്നു അത്. അവൻ അവളുടെ തോളിലേക്ക് തല ചായ്ച്ച് അവളുടെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് തൻ്റെ ചുണ്ടുകൾ അമർത്തി. ആ സുഖമുള്ള സ്പർശനത്തിൽ കാർത്തികയുടെ ശരീരം ഒന്ന് കോരിത്തെരിച്ചു. കാശിയേട്ട വീട്ടു, ആരെങ്കിലും കാണും, അവൾ നെടുവീർപ്പോടെ പതിയെ പറഞ്ഞു. ആര് കാണാൻ? ഈ കിഴക്കേടത്തെ പ്രമാണിക്ക് തൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലല്ലോ. കാശി കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. അവൻ്റെ കണ്ണുകളിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ തീവ്രമായ പ്രണയമായിരുന്നു കാർത്തികക്കായി തിളങ്ങി നിന്നിരുന്നത്. അവൻ അവളുടെ മുഖത്തേക്ക് വീണു കിടന്ന മുടിയിഴകൾ മെല്ലെ ചെവിക്ക് പുറകിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തു. ഇന്ന് വല്ലാതെ സുന്ദരിയായിട്ടുണ്ട് കാർത്തു. അവൻ അവളുടെ ഇടുപ്പിലെ പിടിമുറുക്കി തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കാർത്തിക നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കളഞ്ഞു. കാശിയുടെ കൈകൾ അവളുടെ നീണ്ട മുടിയിഴകളിലൂടെ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എൻ്റെ ഈ നെഞ്ചിടിപ്പ് നിനക്ക് മാത്രമുള്ളതാണ് കാർത്തു. നീ അന്ന് എനിക്ക് തന്ന ജീവിതമാണിത്, അവൻ ആർദ്രമായി പറഞ്ഞു. അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖം അല്പം ഉയർത്തി അവളുടെ വിറക്കുന്ന ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർക്കാൻ ഒരുങ്ങിയപ്പോഴാണ് മുറിയുടെ വാതിൽ നിന്നും ഒരു കുഞ്ഞു ശബ്ദം കേട്ടത്. അച്ഛാ, അമ്മേ. 2 പേരും പെട്ടെന്ന് ഞെട്ടിമാറി വാതിലിലേക്ക് നോക്കി. അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ 3 വയസ്സുകാരി മകൾ ദക്ഷക്കുഞ്ഞ്. വലിയ കണ്ണുകളും ചുരുണ്ട മുടിയുമുള്ള കാശിയുടെ അതേ മുഖച്ചായുള്ള കുറുമ്പി മകൾ. കയ്യിലൊരു ടെഡി ബെയറും പിടിച്ച് കണ്ണുകൾ തിരുമ്മി നിൽക്കുകയാണ് കക്ഷി. എൻ്റെ കുറുമ്പി മോൾ ഉറങ്ങിയില്ലേ? കാശി ചിരിച്ചുകൊണ്ട് ഓടിച്ചെന്ന് മകളെ കൈകളിൽ കോരിയെടുത്തു. എനിക്ക് അച്ഛൻ്റെ കൂടെ ഉറങ്ങണം, അവൾ കാശിയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കൊഞ്ചലോടെ പറഞ്ഞു. കാശി മകളെ കട്ടിലിൻ്റെ നടുവിലേക്ക് കിടത്തി. എന്നിട്ട് കാർത്തികയെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. കാർത്തിക ഒരു പുഞ്ചിരിയോടെ കട്ടിലിൻ്റെ മറുഭാഗത്ത് വന്നിരുന്നു. കാശി മകളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പതുക്കെ പാടി തുടങ്ങി. അന്ന് ഭ്രാന്തമായ അവസ്ഥയിൽ അവൻ കാർത്തുവിൻ്റെ മടിയിൽ കിടന്ന് പാടിയ അതേ ഈണമുള്ള പാട്ട്. ആ പാട്ടിൻ്റെ വരികൾ കേട്ട് കാർത്തികയുടെ മനസ്സ് വീണ്ടും ശാന്തമായി. കുറച്ച് സമയത്തിനുള്ളിൽ കുഞ്ഞ് ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. കാശി മകൾക്ക് മീതെ കൈനീട്ടി കാർത്തികയുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി മുറുകെ പിടിച്ചു. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ ചുണ്ടുകൾ ചലിപ്പിച്ചു. ലവ് യു കാർത്തു. കാർത്തിക അവൻ്റെ കൈകളിൽ ചെറുതായി അമർത്തിക്കൊണ്ട് ആ നെഞ്ചിലേക്ക് കൂടുതൽ ചേർന്ന് കിടന്നു. കിഴക്കിടത്തെ ആ വലിയ നാലുകെട്ടിൽ പ്രണയത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും തണലിൽ അവരുടെ ജീവിതം ധന്യമായി മുന്നോട്ട് നീങ്ങുകയായിരുന്നു.
അവസാനിച്ചു. സൂര്യകാന്തി. ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറക്കരുത്. വായിക്കുന്നവരിൽ പകുതി പേര് പോലും ലൈക്ക് ചെയ്യുന്നില്ല സ്റ്റോറിക്ക്. ദയവ് ചെയ്ത് സ്റ്റോറി ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പിന്നെയും നിങ്ങളോട് സപ്പോർട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു കഥയുമായി ഉടനെ വരാം. താങ്ക് യു.